നവോത്ഥാന ഇന്ത്യയിൽ കൊല്ലത്തെത്തുന്ന ചരിത്ര ഗവേഷകൻ്റെ പഠനക്കുറിപ്പുകളിൽ ബറുദയുടെ വൻകരയിൽ നിന്ന് തുടങ്ങി കൊല്ലത്തിന് വിദ്യാസമൃദ്ധിയുടെ നക്ഷത്ര ഗോപുരങ്ങൾ നിർമ്മിച്ചു നൽകിയ യശശരീരനായ ജനാബ് തങ്ങൾ കുഞ്ഞു മുസ്ലിയാരുടെ നാമം സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടും. സ്നേഹിച്ചവരും സ്നേഹിക്കാത്തവരും പാവപ്പെട്ടവരും ധനികരുമെല്ലാം നേരമെത്തുമ്പോൾ മരിച്ചു പോകുന്ന ഈ മണ്ണിൽ സ്നേഹിക്കാതിരിക്കുന്നതും വെറുക്കുന്നതും പകവയ്ക്കുന്നതുമെല്ലാം പാപമാണെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹത്തിൻ്റെ സ്നേഹ സ്മാരകങ്ങളാണ് TKM സ്ഥാപനങ്ങൾ ഓരോന്നും. 1965 സ്ഥാപിതമായ TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വജ്രജൂബിലിയുടെ നിറവിൽ എത്തി നിൽക്കുന്നു. 65 മുതൽ ഇങ്ങോട്ട് കോളേജ് കേരള ചരിത്രത്തോടൊപ്പം നടന്നു. ഒരു കൂട്ടം ശാസ്ത്രജ്ഞരെയും കലാസാഹിത്യ രാഷ്ട്രീയ രംഗങ്ങളിലെ ശ്രേഷ്ഠരെയും നാടിന് സമ്മാനിച്ചുകൊണ്ട് ആ അപൂർവ പൂർവ്വ വിദ്യാർത്ഥികൾ കുടുംബസമേതം ഇന്നിവിടെ ഒന്നിക്കുന്നു. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നത് അലംനായി ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ രാജീവ് വി. അലുമിനി അസോസിയേഷൻ്റെ കുടുംബ സംഗമ പരിപാടികളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അതിന് മുന്നോടിയായി ഈ കോളേജിലെ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളുമായി നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ള ഒരു പറ്റം ആൾക്കാരുണ്ട്. അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ യോഗ നടപടികൾ ആരംഭിക്കാം. TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ അലുമിനി അസോസിയേഷൻ്റെ ഈ കുടുംബസംഗമം 60 വർഷങ്ങൾ പിന്നിട്ട ഈ കോളേജിൻ്റെ അതിൻ്റെ ചരിത്രത്തിലെ ഒരു സുവർണലിപികളാൽ രചിക്കപ്പെടുന്ന ഒരു ദിവസമായി മാറുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം കരിക്കോട് പോലൊരു പ്രദേശത്ത് 60 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് പല നാഴികക്കല്ലുകളും പിന്നിട്ട് അതിൻ്റെ അത്യുന്നതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. നമുക്കറിയാം, ഈ കോളേജ് ആരംഭിക്കുന്ന ഒരു ജൂനിയർ കോളേജായിട്ടാണെങ്കിലും അന്ന് പ്രീ ഡിഗ്രി മാത്രമാണ് ഈ സ്ഥാപനത്തിലുണ്ടായിരുന്നത്. അതിനുശേഷം 1978 അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയും ഡിഗ്രി PG കോഴ്സുകൾ ആരംഭിച്ച് ഇന്ന് വിവിധങ്ങളായ കോഴ്സുകൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു കലാലയം, പല തരത്തിലുള്ള റിസർച്ച് സെൻറ്റർ കൂടിയായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മുടെ കോളേജിൻ്റെ ഈ ഒരു വളർച്ച നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ ഏവരെ സംബന്ധിച്ചും ശരിക്കും അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം തുടക്കകാലത്ത് ഒരു രണ്ടാം തരം കോളേജായി മാത്രം നിന്നിരുന്ന ഈ കോളേജിനെ ഇന്ന് NAC അക്രഡിറ്റേഷനിൽ, കോളേജുകളുടെ അംഗീകാരത്തിൻ്റെ NAC അക്രഡിറ്റേഷനിൽ A++ എന്ന് പറയുന്ന ഉന്നതിയിലേക്ക് എത്തുന്ന ആദ്യത്തെ പ്രൈവറ്റ് കോളേജായി മാറാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നുള്ളത് തികച്ചും നമ്മളെല്ലാവരെയും ഒരു വളരെ ഉന്നതമായ അഭിമാനത്തിൻ്റെ ശ്രേണിയിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനം കാലാകാലങ്ങളായി അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നിരവധി വിദ്യാർത്ഥികൾക്ക്, ഇവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥി, ഇപ്പം ഒരുപാട് കോഴ്സുകളുണ്ട്, ഈ ഓരോ കോഴ്സിൻ്റെയും യൂണിവേഴ്സിറ്റി തലത്തിലുള്ള എക്സാമിനേഷൻ റിസൾട്ടൊക്കെ വരുമ്പോൾ റാങ്കുകൾ വാരിക്കൂട്ടുന്ന ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ കാലഘട്ടത്തിൽ ഈ കോളേജിലുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിലെ NSS, NCC തുടങ്ങിയിട്ടുള്ള പാഠ്യേതര വിഷയങ്ങളിലെല്ലാം തന്നെ വിദ്യാർത്ഥികൾ അവരുടെ മികവ് പുലർത്തുന്നുണ്ട്. അതിനുപരിയായിട്ട് സ്പോർട്സ് ആയാലും മറ്റേത് മേഖലയിലായാലും ഈ കോളേജ് നൽകുന്ന പരിഗണനയും പ്രോത്സാഹനവും വിദ്യാർത്ഥികൾക്ക് അതിരറ്റ നേട്ടങ്ങൾ കൊയ്യാൻ കാരണമായി തീരുന്ന ഒരു കാര്യം നമ്മൾ വിസ്മരിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ രീതിയിലെല്ലാം തന്നെ ഈ ഒരു കോളേജിൻ്റെ വളരെ അത്യുന്നതമായ നിലയിൽ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വജ്രജൂബിലി വർഷത്തിൽ നമ്മൾ ആലോചിച്ച് ഒരു കുടുംബസംഗമം നടത്താമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്നൊരു മീറ്റിംഗ് കൂടെ നടക്കുന്നത്. നമുക്കറിയാം, ഉച്ചയുടെ ഒരു ആലസ്യമൊക്കെ കഴിഞ്ഞ് ആൾക്കാരൊക്കെ വീടുകളിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടിട്ടേ ഉള്ളൂ. കാരണം ഈ മീറ്റിംഗ്
8 മണി വരെ ഉണ്ടാകും എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും നമ്മൾ കൊടുത്തതിൻ്റെയൊക്കെ ആയിരിക്കാം അംഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ കൂടിയും ഇതൊരു വലിയ സംഭവമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കോളേജിൻ്റെ അലുമിനി അസോസിയേഷൻ്റെ രൂപീകരണം എന്ന് പറയുന്നത് 1990 സിൽവർ ജൂബിലി വർഷത്തിലാണ്. സിൽവർ ജൂബിലി വർഷത്തിൽ തുടങ്ങിയ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇന്ന് വളർന്ന് പല രീതിയിൽ, അതായത് പേരൻ്റ് അലൂമിനിക്ക് പുറമേ പല പേരുകളിൽ, ഇന്നലെകളെന്നും പീതൊഴിയ എന്നും റോയൽ ബികോം എന്നുമൊക്കെ പറഞ്ഞ പല പേരുകളിൽ ഇന്ന് വളരെ മനോഹരമായ രീതിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ കോളേജിൽ നടത്തി വരികയാണ്. അപ്പോൾ ഇത് പേരൻ്റ് അലൂമിനി അസോസിയേഷനാണ്. ഇതിൻ്റെ ഒരു ഗൾഫ് ചാപ്റ്ററും അതുപോലെ തന്നെ എറണാകുളം ചാപ്റ്ററും ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അപ്പോൾ ഈ ഒരു കോളേജിൻ്റെ പ്രശസ്തി, അല്ലെങ്കിൽ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ ലോകമാസകലമുണ്ടെങ്കിൽ അവിടെയെല്ലാം നമ്മളുടെ ഈ ഒരു യശസ്സും കീർത്തിയും വന്ന് പരന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അലൂമിനി അസോസിയേഷൻ 1990 രൂപീകരിച്ചെങ്കിലും പിന്നീട് ഓരോരോ കാലഘട്ടത്തിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു കോളേജ് അതിനൊരു മാതൃക കാണിക്കുകയുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ വൻ പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ നേരിട്ടുണ്ടായി. അത് കൊറോണ ആയാലും ശരി, അതുപോലെ തന്നെ വലിയ പ്രളയങ്ങളായാലും ശരി, ഈ നാട്ടിനെ പിടിച്ചു കുലുക്കിയപ്പോൾ അതിൽ ഭവനരഹിതരായവർക്കും അശരണരായവരെയും ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ TKM ട്രസ്റ്റും അതുപോലെ തന്നെ കോളേജും അതിനോടൊപ്പം തന്നെ അലൂമിനി അസോസിയേഷനും വളരെ പ്രശംസനീയമായ ഒരു പങ്ക് നിർവഹിക്കുകയുണ്ടായി. അപ്പോൾ ഈ കോളേജിൽ നമ്മുടെ ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. എല്ലാ കാലങ്ങളിലും നമുക്ക് വിദ്യാർത്ഥികൾ, ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ പ്രോത്സാഹനം എന്ന നിലയിൽ റാങ്ക് നേതാക്കളായാലും മറ്റ് രീതിയിലുള്ളവർക്ക് എല്ലാവർക്കും അലുമിനി അസോസിയേഷൻ അവരെ ഉചിതമായ വേദികളിൽ വെച്ച് നമ്മൾ എല്ലാ വർഷവും ആദരിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അശരണരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായമായാലും ശരി, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും കോളേജും അതോടൊപ്പം തന്നെ അതിനോട് തോളോട് ചേർന്നതുകൊണ്ട് അലുമിനി അസോസിയേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ് പല സന്ദർഭങ്ങളിലും. TKM ട്രസ്റ്റ് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി വലിയൊരു പ്രോജക്റ്റ് ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാക്കാനും ഈ അലുമിനി അസോസിയേഷൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിനും എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും നൽകുന്നതിന് അലുമിനി അസോസിയേഷൻ എല്ലാ കാലത്തും മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇന്ന് ഈ അത്യുന്നത പദവിയിലെത്തിക്കുന്ന ഈ ഒരു സ്ഥാപനം ഒരർത്ഥത്തിൽ എല്ലാ മേഖലയിലും വിദ്യാർത്ഥികളുടെ കഴിവുകൾ പുറത്തെടുപ്പിക്കുന്നതിൻ്റെ, അതുകൊണ്ട് കോളേജിൻ്റെ പ്രശസ്തിയും മറ്റും വലിയ രീതിയിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ ഒരു കോളേജ് ഏതെല്ലാ അർത്ഥത്തിലും ഒരു സർവകലാശാലയായി മാറിയിരിക്കുകയാണ്. അവിടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിവിധങ്ങളായ കഴിവുകളെ അത് മാറ്റുരച്ച് അത് തിളക്കമാർന്ന് ആക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രസ്ഥാനവും നല്ല രീതിയിൽ, പ്രത്യേകിച്ച് TKM ട്രസ്റ്റ് അതിന് വേണ്ട പരിഗണന നൽകുന്നതുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇന്ന് വലിയ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്ന വിദ്യാർത്ഥികൾ ഉന്നത വിജയം നേടി വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ, അതിൻ്റെ ഒരു സ്ഥാനം കൈയടക്കാൻ അലുമിനി അസോസിയേഷൻ എപ്പോഴും തയ്യാറായി വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്ന കാര്യത്തിലായാലും ശരി, പിന്നീട് ആശുപത്രികളിൽ അശരണായ രോഗികൾക്ക് വേണ്ടിയുള്ള വീൽ ചെയറുകളും മറ്റ് ചികിത്സാ ഉപകരണങ്ങളുമൊക്കെ വിതരണം ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ തന്നെയും ഈ പ്രസ്ഥാനം, നമ്മുടെ അലുമിനി അസോസിയേഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്, ഈ പ്രസ്ഥാനത്തിന് TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സമീപഭാവിയിൽ തന്നെ ഒരു കൽപ്പിത സർവകലാശാലയായി പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് അറിയാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്കറിയാം, എന്നെപ്പോലെ ഈ ഇരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. ഇത് കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ ഒരു സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷ പദം വഹിക്കുന്നത് അലുമിനി അസോസിയേഷൻ്റെ ചെയർമാൻ ശ്രീ അനിൽ ജബ്ബാറാണ്. ഇതുപോലുള്ള മനോഹരങ്ങളായ പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്ത് നല്ല രീതിയിൽ നടത്തുന്ന ശ്രീ അനിൽ ജബ്ബാറിനെ ഈ
വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സിനിമാ നിർമ്മാതാവും നടനുമായ ശ്രീ ദിനേശ് പണിക്കരാണ്. അദ്ദേഹത്തെ എനിക്ക് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന പലർക്കും സിനിമ സീരിയൽ രംഗങ്ങളിലൂടെയൊക്കെ അദ്ദേഹത്തെ പരിചയം കാണും. TKM ആർട്സ് കോളേജിൻ്റെ ഏത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും വളരെ സന്തോഷത്തോടു കൂടി പങ്കെടുക്കുന്ന അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ കോളേജിൻ്റെ എല്ലാ വളർച്ചയ്ക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു കരമുണ്ട്. അത് മറ്റാരുമല്ല, ഡോക്ടർ ഷഹാൽ ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്ന വലിയൊരു വ്യക്തിത്വം. ഈ കോളേജിൻ്റെ വികസനത്തിനും വിദ്യാർത്ഥികളുടെ ഭാവിയും കരുതി എന്തൊക്കെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നാലും അതിനെല്ലാം പൂർണ്ണ പിന്തുണ നൽകുന്ന അദ്ദേഹത്തെ കേരള സർക്കാർ കഴിഞ്ഞ വർഷം കേരളശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. അത് എഡ്യൂക്കേഷണൽ മേഖലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് നൽകിയത്. തീർച്ചയായും അദ്ദേഹം അതിനർഹനാണ്. വളരെ നേരത്തെ തന്നെ അത് കിട്ടേണ്ടതായിരുന്നു. എങ്കിൽ കൂടിയും കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് അത് കിട്ടുകയുണ്ടായി. അദ്ദേഹത്തെ അതുമാത്രമല്ല, അദ്ദേഹം ഈ ഒരു പുരസ്കാരം നേടിയപ്പോൾ അലൂമിനി അസോസിയേഷൻ അതിൻ്റേതായ ഒരു പാർട്ട് അവിടെ നിർവഹിക്കുകയുണ്ടായി. അലൂമിനി അസോസിയേഷനും കൊല്ലം പൗരാവലിയും കൂടെ ചേർന്ന് അദ്ദേഹത്തിന് വളരെ വീരോചിതമായിട്ടുള്ള ഒരു സ്വീകരണം കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ ഏർപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വേദിയുടെ സാന്നിധ്യം കൊണ്ട് നമ്മളുടെ ഒരു വലിയ കലാകാരൻ എത്തിയിട്ടുണ്ട്. മിമിക്രി സിനിമാ രംഗങ്ങളിൽ ശോഭിച്ച് നിൽക്കുന്ന ശ്രീ രാജാ സാഹിബ്. അദ്ദേഹം TKM കോളേജിലെ ഒരു പരിപാടി എന്ന് പറഞ്ഞപ്പോൾ എന്നാണ് ഞാൻ വരേണ്ടതെന്ന് മാത്രമാണ് ചോദിക്കുന്നത്. അത്രത്തോളം നമ്മുടെ കോളേജുമായിട്ട് വലിയ ഒരു മാനസികമായൊരു അടുപ്പം സൂക്ഷിക്കുന്ന അദ്ദേഹം നമ്മൾ വിളിച്ചപ്പോൾ തന്നെ സന്തോഷത്തോടു കൂടി വളരെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാലാകാലങ്ങളിൽ അലുമിനി അസോസിയേഷൻ പ്രഗത്ഭരായ പൂർവ്വ വിദ്യാർത്ഥികളെ നമ്മൾ ആദരിക്കാറുണ്ട്. എല്ലാ വർഷവും ഈ കോളേജിൽ നിന്ന് പഠിച്ച് ഉന്നതമായ സ്ഥാനങ്ങളിലെത്തി സമൂഹത്തിന് വേണ്ടി അവരുടെ സംഭാവനകൾ നൽകുന്ന അവരെ നമ്മൾ ആദരിച്ച് അവർക്ക് നമ്മൾ വേണ്ട അംഗീകാരം നൽകാറുണ്ട്. ഇന്നും അതിന് വിഭിന്നമായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നില്ല. ഇന്ന് നമ്മൾ 3 പേരെയാണ് ഈ ഒരു വേദിയിൽ വെച്ച് ആദരിക്കുന്നത്. അതിൽ ആദ്യത്തെ ആൾ ഡോക്ടർ അയ്യപ്പൻ നായർ. ആതുര ശുശ്രൂഷ രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് വർഷങ്ങളായി രോഗികളുടെ കണ്ണീരൊപ്പുന്ന അദ്ദേഹം നമ്മളുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായൊരു ആദരവ് നമ്മൾ നൽകുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായി ഈ കോളേജിൽ പഠിച്ചു പോയ ഒരു മാന്യദേഹമാണ് ഡോക്ടർ സുഖിലാൽ. ആണവശാസ്ത്ര രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കിന് വലിയ സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് അദ്ദേഹത്തോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഹാർദവമായ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ നിന്ന് പഠിച്ച് നല്ല രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ അഷ്റഫ് കടയ്ക്കൽ TKM കോളേജിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അദ്ദേഹം ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായി നിൽക്കുകയാണ്. അദ്ദേഹം ഈ സമ്മേളനത്തിൽ നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങാൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഹാർദവമായി ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ട്രസ്റ്റ് മെമ്പറായ ശ്രീ ഖാലിദ് മുസ്ലിയാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കോളേജിൻ്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഈ കോളേജിൻ്റെ. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഇന്നത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഡോക്ടർ MJ ഷീബ എന്ന് പറയുന്ന പ്രിൻസിപ്പളാണ്. നമുക്കറിയാം, ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ നയിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്ന ആ ഒരു കഴിവ് നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായും ഈ ഒരു വേദിയിൽ നമ്മുടെ അലൂമിനിയുടെ എല്ലാ ഫംഗ്ഷനുകളിലും അദ്ദേഹം കൃത്യമായി മാഡം പങ്കെടുക്കാറുണ്ട്.
മാഡത്തെയും ഞാൻ ഈ വേദിയിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന മറ്റൊരു ട്രസ്റ്റ് മെമ്പറാണ് ശ്രീ ജമാലുദ്ദീൻ മുസ്ലിയാർ. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ കോളേജിൽ നമ്മളെ അലുമിനിയുമായി ബന്ധപ്പെട്ട് എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും അതുപോലെ തന്നെ കോളേജിൽ നടക്കുന്ന ഏതൊരു ഫംഗ്ഷനിലും ഒരു നിറ സാന്നിധ്യമാണ്. അദ്ദേഹം യാതൊരു മടിയുമില്ലാതെ എല്ലാ മീറ്റിങ്ങുകളിലും നമ്മളോടൊപ്പം നിൽക്കുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ട്രസ്റ്റ് മെമ്പറായ ശ്രീ ഡോക്ടർ ഹാറൂണാണ്, മുഹമ്മദ് ഹാറൂൺ. അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അലൂമിനി അസോസിയേഷനെ നല്ല രീതിയിൽ എല്ലാത്തരം ഉപദേശങ്ങളും തന്ന് നയിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വേദിയിലും സദസ്സിലും അലൂമിനി അസോസിയേഷൻ്റെ ഭാരവാഹികളും അതുപോലൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് മെമ്പർമാരും എല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരെ ഓരോരുത്തരെയും ഞാൻ എൻ്റെ പേരിലും ഈ സംഘടനയുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ മറ്റ് അലൂമിനി അസോസിയേഷനിലെ ആൾക്കാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരിൽ പലരും ഈ ഒരു ചടങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കും എൻ്റെയും ഈ സംഘടനയും പേരുള്ള ഹാർദവമായ സ്വാഗതം ആശംസിക്കുകയാണ്. അല്ല, ആരെങ്കിലും സ്വാഗതം പറയാൻ വിട്ടുപോയിട്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ അലംനായ് ചെയർമാൻ ശ്രീ അനിൽ ജബ്ബാർ അവറുകളാണ്. അധ്യക്ഷ പ്രസംഗത്തിന് മുൻപായി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. അധ്യക്ഷനെ ക്ഷണിക്കുന്നു. Respected Chairman of TKM Trust, Kerala Sri Shahalasan Musliar, distinguished guests on the dais, teachers, alumni members, and my dear families. This is the first time that TKM College of Arts and Science is organizing a family get-together of this kind. Modern society is increasingly stressful due to the hardships and hectic nature of daily life. In such a strained social environment, true happiness often becomes a rarity for many. We must all strive to make this brief life in this vast universe a joyful one. It is worth remembering modern findings which suggest that social gatherings and helping those in need are the ultimate source of lasting happiness. It is in this context that the Alumni Committee decided to organize a family meet, recognizing the need to provide opportunities for the reunions and cherished memories. In the coming years, we are also considering organizing a multi-day TKM Fest similar to West, hosted by prominent media houses in Kerala. This fest could bring together our alumni who have excelled in various fields over the last 6 decades. The event could feature interactive sessions, cultural programs, and programs aimed at fostering mutual connection. Humanity lies in supporting the marginalized sections of society, and our Alumni Association has taken several such initiatives. Most of these were highlighted by Mr. Rajiv in his welcome speech. During the global pandemic, we provided smartphones to the isolated tribal children of Kolthupada. We also extended our support during the floods and the recent landslides in Churamala, Wayanad. Moving forward, all charitable activities carried out by our alumni and its subgroups will be unified under the name TKM Care. As a part of TKM Care, we have identified individuals from the Achankoval tribal community who struggle with cleft palate. It causes significant feeding, breathing, and speech challenges. In collaboration with the Forest Department, our college NSS and NCC and NS Hospital Aithil, we have decided to facilitate the necessary surgeries for them. I conclude by seeking the continued support, cooperation, and valuable suggestions of all alumni and subgroups in this charitable endeavors and future gatherings. Thank you.
TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് 6 ദിവസം കൊണ്ട് ശ്രീ ലോഹിതദാസ് തിരക്കഥ എഴുതി 25 ദിവസത്തെ ഷൂട്ട്, സിബിമലയിൽ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം കിരീടം, മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക്കുകളിൽ ഒന്നിൻ്റെ നിർമ്മാതാവായി മലയാള ചലച്ചിത്ര രംഗത്ത് നിലയുറപ്പിച്ച് ഏറ്റവും പ്രശസ്തനായ നിർമ്മാതാവും പിന്നെ നടനുമായി മാറി ശ്രീ പി ദിനേശ് പണിക്കർ. നടൻ, നിർമ്മാതാവ്, ഡിസ്ട്രിബ്യൂട്ടർ എന്നീ നിലകളിൽ 45 വർഷങ്ങൾ. കിരീടം കൂടാതെ പ്രണയവർണ്ണങ്ങൾ, കളിവീട്, മയിൽപ്പീലിക്കാവ്, രജപുത്രൻ തുടങ്ങി 9 സിനിമകൾ നിർമ്മിച്ചു. ജനനായകൻ, ബിഗ് ബ്രദർ, ഗരുഡൻ എന്നീ സിനിമകളിലെ ശ്രദ്ധേയമായ അഭിനയം, ചന്ദനമഴ, ഹരിചന്ദനം, പട്ടുസാരി എന്നീ ഹിറ്റ് സീരിയലുകളിലെ മുഖ്യ കഥാപാത്രം, ലോകമൊട്ടാകെ പത്മശ്രീ ശോഭനയുടെ കൃഷ്ണ, മായാരാവൺ എന്നീ ഡാൻസ് പ്രോഗ്രാമുകളുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി സ്റ്റേജ് ഷോകൾ. ഏറെ സ്നേഹം, ഏറെ ആദരവ്. ഈ യോഗമുദ്ഘാടനം ചെയ്യാൻ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു ശ്രീ പി ദിനേശ് പണിക്കർ അവർകളെ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ അനിൽ ജബ്ബാർ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശ്രീ രാജ സാഹിബ്, നമ്മളെല്ലാം ആദരവോടെ ചെയർമാൻ എന്ന് വിളിക്കുന്ന സാർ, കൂടാതെ ഇന്ന് ആദരവ് ഏറ്റുവാങ്ങുന്ന ഡോക്ടർ അയ്യപ്പൻ നായർ സാർ, ഡോക്ടർ സുഖിലാൽ സാർ, ഡോക്ടർ അഷ്റഫ് കടയ്ക്കൽ, എന്നെ ഇന്ന് ഈ ഫംഗ്ഷൻ ഇവിടെ എത്തിക്കാൻ കാരണക്കാരനായ എൻ്റെ സുഹൃത്തായ ഡോക്ടർ മുഹമ്മദ് ഹാറൂൺ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ഇന്നത്തെ ഈ യോഗത്തിൽ വളരെ സന്തോഷപൂർവ്വം ആഹ്ലാദിക്കാൻ, സന്തോഷിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന TKMൻ്റെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ വീണ്ടും നമസ്കാരം. ഇപ്പോൾ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പല കാര്യങ്ങളും എന്നെപ്പറ്റി പറഞ്ഞു. ഞാനൊരു നിർമ്മാതാവാണ്, നടനാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എല്ലാവരുടെയും ഒരു ചോദ്യം, എസ്പെഷ്യലി സ്ത്രീ വിഭാഗത്തിൻ്റെ ചോദ്യമായിരിക്കും, കഴിഞ്ഞ 3 വർഷമായിട്ട് ഇദ്ദേഹത്തിനെ സീരിയലിലൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഞാൻ ഈ ചോദ്യം എല്ലായിടത്തും കേൾക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിനുള്ള മറുപടി ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് മനഃപൂർവ്വം സീരിയൽ ചെയ്യാതെ സിനിമയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണിപ്പോൾ. അതിൻ്റെ ഒരു ഗുണവും എനിക്ക് കിട്ടി. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, പല പത്രങ്ങളിലും യൂട്യൂബിലും ഒക്കെ വന്നിരുന്നു. എനിക്ക് ചെയ്യാൻ കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഒന്ന് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന മഹത് വ്യക്തിയുടെ ഒരു സിനിമയിലെ 33-ാമത്തെ വയസ്സ് മുതൽ 73-ാമത്തെ വയസ്സിൽ അദ്ദേഹം സമാധിയാകുന്ന പ്രായം വരെ ഉള്ള ആ ഒരു ജീവിത രീതി മുഴുവൻ തന്നെ ഞാൻ പിക്ചറൈസ് ചെയ്ത് കാണിക്കേണ്ടി വന്നു. അപ്പോൾ അതിന് കുറേ നാൾ അതിനു വേണ്ടി ഒരു ഡെഡിക്കേഷൻ വേണമായിരുന്നു. ഒറിജിനലായിട്ട് താടി വളർത്തണം, മുടി പറ്റ വെട്ടണം, കുറച്ച് ഡാർക്കാകണം, അങ്ങനെ കുറേ ത്യാഗങ്ങൾ സഹിച്ചാണെങ്കിലും ജീവിതത്തിൻ്റെ ഒരു വലിയൊരു നേട്ടമായിട്ട് ഞാനതിനെ കാണുന്നു. അപ്പോൾ ആ നേട്ടം വെച്ച് നോക്കുമ്പോൾ കുറച്ച് നാൾ സീരിയലിൽ നിന്ന് മാറി നിന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊരു ആൻസർ അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ വലിയ ദീർഘിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവിടെ പ്രബുദ്ധരായ ഇത്രയും പേര് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ നീട്ടിപ്പിടിച്ച് കത്തി വെച്ച് കഴിഞ്ഞ അവസാനം നിങ്ങൾ തന്നെ തോന്നും ഇത്രയും ചെറിയൊരു വേദിയിൽ ഇത്രയും കാര്യമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന്. പക്ഷെ എന്നാൽ പോലും ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അത് നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. സോ അതിന് നടത്തി കാണിച്ച ശ്രീ അനിൽ ജബ്ബാറിന് ആദ്യം നിങ്ങളെല്ലാവരും വലിയൊരു കയ്യടി കൊടുക്കണം. കാരണം അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇപ്പം തന്നെ നമ്മൾ നോക്കുമ്പോഴേക്കും ഇനിയും ആൾക്കാർ വരാനുണ്ട്. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ആഘോഷത്തിൻ്റെ, ഒരു സന്തോഷത്തിൻ്റെ ഒരു സ്ഥലമായിട്ട് തന്നെ ഇത് മാറും. കാരണം പഴയ നമ്മുടെ പരിചയക്കാരെ നമ്മൾ കാണുമ്പോൾ, അത് വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ അതിൽ മനസ്സിൽ കിട്ടുന്ന ഒരു ആഹ്ലാദം എന്ന് പറയുന്നത് ചില്ലറയല്ല. ഇത് ഞാൻ തന്നെ മനസ്സിൽ കൊണ്ടു നടന്ന് ആഘോഷിച്ച ഒരു ഏളയുണ്ടായിരുന്നു. കാരണം ഞാൻ സ്കൂളിൽ പഠിച്ചത് ഉദ്യോഗമണ്ഡൽ സ്കൂൾ എന്ന് പറയും കളമശ്ശേരിയിൽ. അവിടെ 50-ാം വർഷത്തെ ഒരു ആഘോഷം നടത്തിയപ്പോൾ എന്നെ അവിടുത്തെ പ്രിൻസിപ്പൽ വിളിച്ചു.
വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ദിനേശ് പണിക്കരൊന്ന് വരണം, 50ാമത്തെ വാർഷികമാണ്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും സാർ ഞാൻ വരും. കാരണം ഞാൻ സ്കൂൾ വിട്ടതിന് ശേഷം ആ പരിസരത്ത് പോയിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയി കളയാം. അപ്പോഴാണ് പറഞ്ഞത് ഒരു കാര്യം കൂടിയുണ്ട്, അന്നത്തെ ചീഫ് ഗസ്റ്റ് നിങ്ങളായിരിക്കും. ഞാൻ പറയും അതൊന്നും വേണ്ട സാർ, നിങ്ങൾ വേറെ ആരെങ്കിലും വിളിക്കണം. ഞാൻ സ്കൂളിൽ പഴയ ഓർമ്മയ്ക്ക് വേണ്ടി വരുന്നതാണ്. എൻ്റെ ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും എൻ്റെ കലീഗ്സിനെയും അന്ന് വർക്ക് ചെയ്ത് കൂടെ പഠിച്ചിരുന്ന കുട്ടികളെയും ഒക്കെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ അവർ കേട്ടില്ല, എന്നെ പിടിച്ച് വലിയൊരു പോസ്റ്റിൽ പിടിച്ചിരുത്തി. പക്ഷേ ഇന്ന് ഞാൻ അതിൻ്റെ വില മനസ്സിലാക്കുന്നു. കാരണം ഇവിടെ നിന്ന് പഠിച്ച് പാസ്സായ 3 വളരെ പ്രബുദ്ധരായ വ്യക്തികൾ അവരിന്ന് വളരെ വളരെ വലിയ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്നു. അവരെയൊക്കെ ആദരിക്കേണ്ട ഒരവസ്ഥയിൽ അവരിവിടെ എത്തിച്ചിരിക്കുന്നു. TKM കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കൂളിലെ ഒരു ഗെറ്റ് ടുഗെദർ കഴിഞ്ഞാൽ നമ്മൾ ആ സ്കൂൾ സമയത്ത് നമ്മൾ അവരെ പല വർഷങ്ങൾക്ക് ശേഷമായിരിക്കും കാണുന്നത്. ചിലപ്പോൾ ഇപ്പോഴായിരിക്കും നിങ്ങൾ സ്കൂൾ അല്ലെങ്കിൽ കോളേജൊക്കെ വിട്ടതിന് ശേഷം കാണുന്നത്. ഈ സമയത്ത് നമ്മൾ ഏറ്റവും അടുപ്പത്തോടെ എടാ പോടാ എന്നൊക്കെ ധൈര്യമായിട്ട് വിളിക്കാൻ തോന്നുന്നത് നമ്മുടെ കൂടെ സ്കൂളിലും കോളേജിലും പഠിച്ചവരും മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ പിന്നീട് ഒരു സൗഹൃദം വളർത്തിയെടുക്കുന്നവരാരെയും നമ്മൾ കാര്യമായിട്ട് സൗഹൃദം വയ്ക്കാറില്ല. അവരെ ഇങ്ങനെ എടാ പോടാന്ന് വിളിക്കാറില്ല. ഇപ്പോൾ നിങ്ങളെ ആരെങ്കിലും അത്ര സ്നേഹത്തോടെ വിളിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കിക്കോളാം ഇതിൻ്റെ പഴയ കൂട്ടുകാരനാണ്. അത് നിങ്ങൾക്ക് ഇന്നിവിടെ ഈ ഒരു ഗെറ്റ് ടുഗെദറിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു ചെറിയൊരു തമാശയും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അധികം സംസാരിക്കുന്നില്ല എന്നുള്ളത്. ഒരു 5-6 വർഷം മുമ്പാണ് എനിക്കൊരു കോൾ വരുന്നു. കോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഫോണെടുത്തു. എനിക്ക് മനസ്സിലായില്ല ആരാന്നുള്ളത്. ഹലോ, എടാ നീയല്ലേ ദിനേശല്ലേ? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ എടാ എന്നുള്ള വിളി വന്നപ്പോൾ തന്നെ എൻ്റെ പഴയ ഏതോ സുഹൃത്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു അല്ല ആരാണിത്, എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചന്ദ്രൻ. ഞാൻ പറഞ്ഞു ഏത് ചന്ദ്രനാണെന്നൊന്ന് തെളിയിച്ച് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഓ നീ വലിയ ആളായി പോയില്ലേ, ഇപ്പോൾ സിനിമാക്കാരനൊക്കെ അല്ലേ, പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്, നിനക്കൊന്നും പേരൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ഇപ്പോൾ. ഞാൻ പറഞ്ഞു സോറി അങ്ങനെയല്ല, എനിക്ക് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ 100 ചന്ദ്രന്മാരെ അറിയാം, ഏത് ചന്ദ്രനാണെന്നൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറയാം, ഞാൻ ചന്ദ്രൻ MP. അപ്പോൾ ഞാൻ ആലോചിച്ചു MP ഇനിഷ്യലുള്ള ചന്ദ്രൻ എൻ്റെ സ്കൂളിൽ കോളേജിൽ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല സോറി സുഹൃത്തെ എനിക്ക് മനസ്സിലായില്ല, MP ചന്ദ്രൻ എന്ന് പറയുന്ന ആളെ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് തിരിച്ച് വീണ്ടും എന്നെ ശാസിച്ചുകൊണ്ട് എടാ കഴുതേ, MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇനീഷ്യലല്ല, ഞാൻ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല, മെമ്പർ ഓഫ് പാർലമെൻറ്റായ ചന്ദ്രനോ, ഇയാൾക്ക് റോങ് നമ്പർ വല്ലതും കിട്ടിയതാണെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു എന്നാലും ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. ശരി എന്നാൽ നിനക്ക് ഞാനൊരു ക്ലൂ തരാം, നമ്മുടെ സ്ഥിരം സ്റ്റൈലാണല്ലോ, ഒരു ക്ലൂ തരാം. നീ കോളേജിൽ പഠിക്കുമ്പോൾ നിൻ്റെ നമ്പർ 320, എൻ്റെ നമ്പർ 274, നീ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ചെറിയ ഓർമ്മയൊക്കെ വന്നു. ഒരു ചന്ദ്രൻ പിള്ള എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ മുമ്പിൽ അന്ന് പുള്ളി പഠിക്കുന്ന കൂട്ടത്തിലാണ്, ഞാൻ ഉഴപ്പുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ പുള്ളി ഫ്രണ്ട് ബെഞ്ചിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ആലോചിച്ച് പിടിച്ചു വന്നപ്പോൾ പുള്ളി K ചന്ദ്രൻപിള്ള എന്ന് പറയുന്ന മെമ്പർ ഓഫ് പാർലമെൻറ്റാണ് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു വളരെ രസകരമായ അനുഭവം എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ ഈ ചന്ദ്രൻപിള്ളയോട് ചോദിച്ചു, ചന്ദ്രൻപിള്ള നീ ഇത്രയും വർഷത്തിന് ശേഷം എന്നെ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ എടാ നിന്നെ വിളിച്ചതെന്നാന്ന് വെച്ചാൽ നീ ഇപ്പോൾ വലിയ ആളൊക്കെ അല്ലേ, നീ വിളിച്ചാൽ ആൾക്കാരൊക്കെ വരും, പക്ഷെ ഞാൻ വിളിച്ചാലൊന്നും ആൾക്കാരും വരില്ല. അതുകൊണ്ട് നീ നിൻ്റെ സ്വാധീനം വെച്ചുകൊണ്ട് നമുക്കൊരു ഗെറ്റ് ടുഗെദർ നടത്തണം, നമ്മുടെ കോളേജിലുണ്ടായിരുന്ന ആൾക്കാരെ എല്ലാവരെയും ഒന്ന് വിളിക്കണം. ആ ദൗത്യം എന്നെ ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ വളരെ കാര്യമായിട്ട് തന്നെ പറഞ്ഞത്, ഈ പറഞ്ഞ പഴയ ആൾക്കാരെയൊക്കെ വിളിക്കുമ്പോൾ തിരിച്ച് കിട്ടുന്ന പ്രതികരണം എല്ലാവരുടെയും നിന്ന് നന്നായിരിക്കണം നിർബന്ധമൊന്നുമില്ല. കുറേ പേരെ ഏടാ പോടാന്നൊക്കെ സ്നേഹത്തോടെ വിളിക്കും, പക്ഷേ ചിലർ വളരെ മോശമായിട്ട് സംസാരിക്കും. എനിക്ക് താല്പര്യമൊന്നുമില്ല, ഞാൻ വരുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇന്ന് ഈ പറയുന്ന TKM കോളേജിൻ്റെ ഈ ഗെറ്റ് ടുഗെദറിനെ ഞാൻ ശ്ലാഘിച്ചുകൊണ്ട് പറയുന്നത്, ഇതിങ്ങനൊരു ഗെറ്റ് ടുഗെദർ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നത് നല്ലതാണ്. ഇതൊരു തുടക്കം കുറിച്ച് വെച്ചിരിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. അന്ന് ഞങ്ങളൊരു 52 പേര് ക്ലാസ്സിലുണ്ടായിരുന്നവരെ ഞാൻ മെനക്കെട്ട് കുത്തിയിരുന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് 8-10 പേര് ഓൾറെഡി പരലോകത്തേക്ക് പോയി കഴിഞ്ഞു. ബാക്കിയുള്ളത് 10-40 പേരുണ്ടായിരുന്നതിൽ ഒരു 25-26 പേരെയാണ് കഷ്ടിച്ച് കിട്ടിയത്. ആ 26 പേരെ കിട്ടിയതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ എടുക്കുന്നില്ല, എൻ്റെ സുഹൃത്തായ ചന്ദ്രൻപിള്ളയാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു.
എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇവിടുത്തെ ഒരു MP ആയ, അതായത് മെമ്പർ ഓഫ് പാർലമെൻ്റായ ചന്ദ്രൻപിള്ളയെ എനിക്ക് എടാ പോടാന്ന് വിളിക്കാം. അത് ഇതിൽ കൂടുതൽ ഭാഗ്യം എന്താ വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ് K. സുരേന്ദ്രമോഹൻ എന്ന് പറയും. അദ്ദേഹം നമ്മൾ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസായിട്ട് റിട്ടയർ ചെയ്തു. അപ്പോൾ ആ സുരേന്ദ്രമോഹനെ പോലും ഞാൻ ചീഫ് ജസ്റ്റിസാണെന്ന് ആലോചിക്കണം, ഇടപോടാന്ന് വിളിക്കുന്ന ബന്ധമുണ്ട്. ആ ബന്ധം തരുന്നത് നമുക്ക് ഈ ഇതുമാരത്തെ വേദികളാണ്, ഇതേപോലത്തെ കോളേജുകളിലാണ്, ഇതേപോലത്തെ സമൂഹങ്ങളാണ്, ഇതേപോലത്തെ ഒരു ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ളൊരു വേദി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇന്ന് നല്ല രീതിയിൽ ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. പറ്റുമെങ്കിൽ എനിക്ക് ടീച്ചേഴ്സ് എല്ലാവരും കൂടെ വരുന്നുണ്ടോ എന്നറിയില്ല. കോളേജിലൊക്കെ ആണെങ്കിൽ പഠിപ്പിച്ച ആൾക്കാരെ കാണുമ്പോഴേക്കും വലിയ സന്തോഷമാണ്. സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കാണുമ്പോൾ സന്തോഷമാണ്. സുഹൃത്തുക്കളെ കാണുന്നതിന് അതിനേക്കാളും സന്തോഷമാണ്. ഏതായാലും പഴയ നമ്മൾ ഓടി നടന്ന ആ ഒരു സ്ഥലത്ത് തിരിച്ച് നിങ്ങൾക്ക് എത്താൻ പറ്റിയതിൽ നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. ഇന്നത്തെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നിങ്ങൾക്കെല്ലാവർക്കും അതിനുവേണ്ടി തുറന്നു തരുന്നു. അത് ഉദ്ഘാടനം ചെയ്തതായിട്ട് മനസ്സുകൊണ്ട് അറിയിച്ചുകൊള്ളും. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് TKM കോളേജ് ട്രസ്റ്റിൻ്റെ ആരാധ്യനായ അധ്യക്ഷൻ കേരളശ്രീ ഡോക്ടർ ഷഹൽ ഹസൻ മുസ്ലിയാർ അവർകളാണ്. വളരെ ആദരവോടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. TKM, Jamaluddin Musliar, others members of the TKM College Trust, Shri Anil Jabbar, Shri Dinesh Panikar, Shri Raja Sahib, Shri Ayyappan Nair, Shri Sukilal, Dr. Ashraf Kadakal, family members of the alumni leaders and gentlemen. It is a rare opportunity for me to be here to witness this gathering of the alumni family meet. We are honoring 3 of our esteemed former students who have been in 3 different areas of excellent activities. This reunion is an occasion to celebrate your shared experience, to renew your friendship, and also for an introspection. The former students are the real ambassadors of TKM. Many of them are on covetable position in various fields, but wherever you are positioned, you stay connected with your alma mater. You all will agree that TKM is a culture built on the strong foundation of the human values, love, compassion, and an urge for excellence. It is this legacy you are all holding. Your alma mater has grown into many dimensions since you left the campus. We are moving forward for getting the autonomous status for submitting a formal application to the UGC. I appeal to all of you to stay connected with the college and extend your support for its academic and other developmental activities. My best wishes to all of you. Thank you. Jai Hind. ആതുര സേവനം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം എന്നീ രംഗങ്ങളിൽ TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൻ്റെ നാമം പ്രത്യേകമായി അടയാളപ്പെടുത്തിയ 3 അപൂർവ വിദ്യാർത്ഥികൾ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. അവരെ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തുന്നു. ശ്രീ രാജീവ് കുമാർ R, വൈസ് ചെയർമാൻ അലംനൈ. അവരെ ആദരിക്കുന്നത് TKM കോളേജ് ട്രസ്റ്റിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ ഷഹൽ ഹസൻ മുസ്ലിയാർ അവർകൾ. ആദ്യമായി ഡോക്ടർ അയ്യപ്പൻ നായർ അവർകളെ പരിചയപ്പെടുത്തുന്നു. 1953 കിളിയല്ലൂർ വില്ലേജിലെ കോയിക്കൽ എന്ന സ്ഥലത്ത് ജനിച്ചു. ആതുര സേവന രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയായിരുന്നു ശ്രീ അയ്യപ്പൻ നായർ. TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ആദ്യകാല വിദ്യാർത്ഥിയായിരുന്ന ഇദ്ദേഹം 1972 ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം MS ഡിഗ്രിയും കരസ്ഥമാക്കി.
1987 മെഡിക്കൽ കോളേജിലെ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയും തുടർന്ന് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, കിംസ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം, മെഡിസിറ്റി ഹോസ്പിറ്റൽ കൊല്ലം എന്നിവിടങ്ങളിലെ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായി മേധാവിയായിരുന്നു. നിലവിൽ കൊല്ലം മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് താമസം. ഡോക്ടർ അയ്യപ്പൻ നായർ അവരെ ആദരിക്കാനായി പ്രിയപ്പെട്ട ചെയർമാനോട് അഭ്യർത്ഥിക്കുന്നു. ഡോക്ടർ സുഖിലാൽ അവരെ പരിചയപ്പെടുത്തുന്നു. കൊല്ലം ജില്ലയിലെ പേരൂർ എന്ന സ്ഥലത്ത് ജനിച്ച സുഖിലാൽ അടിസ്ഥാന ശാസ്ത്ര വിദ്യാഭ്യാസത്തിനായി TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ചേരുകയും തുടർന്ന് TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ സ്വർണ്ണ മെഡൽ ജേതാവായി. ജൈത്രയാത്ര തുടങ്ങി. ബോംബെ IIT-യിൽ നിന്നും MTech-ഉം PhD-യും കരസ്ഥമാക്കി. ഇന്ത്യയിലെ തദ്ദേശീയ ആണവ സാങ്കേതിക വിദ്യകൾ വികസനത്തിനായി ഗണ്യമായ സംഭാവന ഇദ്ദേഹം നൽകിയിട്ടുണ്ട്. നിലവിൽ ഭാഭ അറ്റോമിക് റിസർച്ച് സെൻ്ററിലെ ന്യൂക്ലിയർ റീസൈക്കിൾ ഗ്രൂപ്പിൻ്റെ ഡയറക്ടറും സീനിയർ പ്രൊഫസറുമായും സേവനമനുഷ്ഠിക്കുന്നു. 100ലധികം പ്രസിദ്ധീകരണങ്ങളും കോൺഫറൻസ് പ്രബന്ധങ്ങളും നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന് സമൃദ്ധമായ ഗവേഷണ റെക്കോർഡുണ്ട്. വൈദ്യുത കാന്തിക സംസ്കരണത്തിനും മാലിന്യ സംസ്കരണത്തിനും അന്താരാഷ്ട്ര ഗവേഷകരുമായി പതിവായി സഹകരിക്കുകയും നിരവധി അവാർഡുകൾ ഉൾപ്പെടെ അഭിമാനകരമായ അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് തേടിയെത്തിയിട്ടുണ്ട്. ഡോക്ടർ സുഖിലാൽ ഇന്ത്യൻ നാഷണൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിൻ്റെ ഫെലോയും കൂടിയാണ്. ഡോക്ടർ സുഖിലാൽ പ്രിയപ്പെട്ട ചെയർമാനിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങുന്നു. പ്രിയപ്പെട്ട ഡോക്ടർ അഷ്റഫ് കടയ്ക്കൽ അവരെ പരിചയപ്പെടുത്തുന്നു. ഡോക്ടർ അഷ്റഫ് കടയ്ക്കൽ കൊല്ലം വലിയ പള്ളിയുടെ ഖത്തീബായിരുന്ന കടയ്ക്കൽ അബ്ദുൽ അസീസ് മൗലവിയുടെ മകൻ. ഇസ്ലാമിക ചരിത്രകാരനും എഴുത്തുകാരനും നിരൂപകനുമായിരുന്ന ശ്രീ അഷ്റഫ് കടയ്ക്കൽ TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാഭ്യാസത്തെ തുടർന്ന് ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നും ബിരുദം കരസ്ഥമാക്കി. തുടർന്ന് കെയ്റോ അൽസഹാറിൽ നിന്നും തുടർ പഠനം പൂർത്തിയാക്കി. മുസ്ലിം സമുദായങ്ങൾക്കിടയിലെ സരിഹാസിൻ്റെ സ്വാധീനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ വളരെയധികം മാധ്യമ ശ്രദ്ധ പിടിച്ചു വരികയുണ്ടായി. പുസ്തക രചയിതാവും ചരിത്രകാരനും നല്ലൊരു വാഗ്മിയുമായ ശ്രീ അഷ്റഫ് കടയ്ക്കൽ. പ്രിയപ്പെട്ട ഡോക്ടർ അഷ്റഫ് കടയ്ക്കൽ അവരെ ബഹുമാനായ ചെയർമാൻ ആദരിക്കുന്നു. വേദിയെയും സദസ്സിനെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായി ഡോക്ടർ അയ്യപ്പൻ നായർ അവരെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അധ്യക്ഷൻ ശ്രീ അനിൽ ജബ്ബാർ സാർ, ഉദ്ഘാടകൻ ശ്രീ ദിനേശ് പണിക്കർ സാർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ കലാലയത്തിലെ പറ്റി ഞാൻ പഠിച്ച എല്ലാ കലാലയങ്ങളെ പറ്റിയും എനിക്ക് നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ പഠിച്ച സമയത്തിനെ പറ്റിയും എന്നെ ഞാനാക്കി വളർത്തിയ ഈ കലാലയത്തിനും ഇവിടുത്തെ എൻ്റെ ഗുരുനാഥന്മാർക്കും ഗുരുനാഥർക്കും ഉള്ള എൻ്റെ ആദരവായിട്ട് എനിക്ക് ഇന്ന് കിട്ടിയ ഈ ആദരവ് അവരുടെ പാദങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു. ഇവിടുത്തെ പ്രോബബ്ലി ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആയിരുന്നിരിക്കണം ഞാൻ. കാരണം 13ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ കോളേജിൽ ചേർന്നത്. അത് ശരിക്കും അസംഭവ്യമാണെന്ന് വിചാരിച്ചിരിക്കും. കാരണം 15 വയസ്സാവണം SLC പാസ്സാവാൻ, എന്നാലേ അടുത്ത കോളേജിലേക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ 13 വയസ്സിൽ SLC പാസ്സായി കഴിഞ്ഞപ്പോഴത്തേന് കോളേജിൽ കയറാൻ നിവർത്തിയില്ല. കാരണം 14 വയസ്സുണ്ടെങ്കിലേ PDCക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു വർഷം
ഇവിടെ കാഷ്വൽ സ്റ്റുഡൻ്റായിട്ടാണ് ഞാൻ പഠിച്ചത്. 13 മുതൽ 14 വരെ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡൻറ്റും കൂടെ ഉണ്ടായിരുന്നു, ഡോക്ടർ സരള ശ്രീധർ. അവർ പിന്നെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിലെ ഗൈനക്കോളജി പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത് ഇപ്പോഴും അമേരിക്കയിലും ഇവിടെയായിട്ട് കഴിയുകയാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരായിരുന്നു ഇവിടുത്തെ യങ്ങസ്റ്റ് സ്റ്റുഡൻസ്. ഈ കോളേജിൽ 13 വയസ്സിൽ അഡ്മിഷൻ കിട്ടിയ സ്റ്റുഡൻസാണ്. അവിടുന്ന് പടിപടിയായി മുന്നോട്ട് പോയി. തീർച്ചയായിട്ടും ഇവിടുന്ന് എൻ്റെ കോളേജിലേക്കുള്ള ജീവിതത്തിൽ ചുവട് വെച്ച ഇവിടുന്നാണ്. ഇവിടുന്ന് കിട്ടിയ ഒരു പ്രചോദനവും മാർഗദർശനവും എല്ലാം കിട്ടിയിട്ട് മുന്നോട്ട് പോയിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു. സംതൃപ്തമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനും കഴിഞ്ഞു. അതിന് ഈ കലാലയത്തോടും എൻ്റെ ഗുരുനാഥന്മാരോടും ഞാൻ വീണ്ടും നന്ദിയും ആദരവും പറയുകയാണ്. ഞാനിവിടെ ശരിക്കും വരുന്നത് ഇപ്പോഴാണ് 2ാമത് വരുന്നത്. പക്ഷേ ഇവിടുത്തെ പല സാറന്മാരെ ഞാൻ കാണാറുണ്ട്. ഇന്നലെ ഞാൻ കണ്ടിരുന്നു കാജാമിയ സാർ, ഹിന്ദി പ്രൊഫസർ. അപ്പം അതുപോലെ തന്നെ CKG സാർ, അങ്ങനെ പല ആൾക്കാരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. രോഗികളായിട്ടും അല്ലാതെയും ബൈസ്റ്റാൻഡേഴ്സിനായിട്ടും ഒക്കെ കാണാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം കൂടെ പറയാം. എനിക്ക് ഈ കലാലയത്തോടുള്ള ബന്ധം അതിനും കുറച്ചുകൂടെ മുന്നോട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ 2ആംകുറ്റിലാണ്, കോയിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. കാരണം വെച്ചാൽ മുസ്ലിയാർ ഫാമിലിയുടെ ഒരു തൊട്ട് അയൽപ്പക്കാരനാണ് ഞാൻ. മാത്രമല്ല എൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേര് രാഘവൻ പിള്ള എന്നാണ്. അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ തങ്കലുഞ്ഞി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു. കാരണം അവരൊക്കെ ഒരു ഇന്നർ ഗ്യാങ് ഉണ്ടായിരുന്നു. കാരണം അന്ന് അവർ ഒരു ചീട്ടുകളി സെറ്റ് ഉണ്ടായിരുന്നു. കാരണം എല്ലാ വെള്ളിയാഴ്ചയും അവിടെ ഡെഫിനറ്റായിട്ടും എവിടെ പോയാലും അവിടെ പോയിട്ട് രാത്രി ഒരു 10 മണി 12 മണിയാവും അച്ഛൻ്റെ വീട്ടിൽ വരാനായിട്ട്. അങ്ങനെ ഒരു ദിവസം അച്ഛൻ വീട്ടിൽ വന്നപ്പോഴത്തേന് എൻ്റെ അടുത്ത് ഞങ്ങൾ പറയുമായിരുന്നു, ഇങ്ങനെ ഒരു എൻജിനീയറിങ് കോളേജ് തുടങ്ങുന്നുണ്ട്, ഇതുമാതിരിയുള്ള കാര്യമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് മാത്രമല്ല, അന്ന് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അച്ഛൻ്റെ വായിൽ നിന്ന് കേട്ട കാര്യമാണ്. ഈ വളരെ അടുത്തുള്ള ഈ സുഹൃത്തുക്കളെടുത്ത് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കൂട്ടുകാർ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് യാതൊരു റെക്കമെൻഡേഷൻ നടത്തരുത്. സത്യമാണത്. കാരണം അന്ന് 65 വർഷം മുമ്പ് ഒരു പ്രൈവറ്റ് കോളേജ് ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം വാല്യബിളാണ്. പക്ഷേ അത് 100% മെറിറ്റിൽ നടക്കണമെന്നുള്ളത് മാത്രമാണ് ഇത്രയും അടുത്ത സുഹൃത്തുക്കളെടുത്ത് പറഞ്ഞത്. ആരും ഇക്കാര്യം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യരുതെന്ന് പറഞ്ഞു. ക്യാപിറ്റേഷൻ ഫീ എന്നുള്ളൊരു ചിന്ത പോലും ഇല്ല. ഒന്നുമില്ലാതെ 100% മെറിറ്റിൽ മാത്രം തുടങ്ങിയൊരു കോളേജാണിത്. ആ വലിയ മനുഷ്യൻ്റെ അന്നത്തെ ആ ഒരു ദീർഘവീക്ഷണവും അർപ്പണബോധവും എല്ലാം ഞാൻ ആലോചിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഞാനിത് പറഞ്ഞത് എൻ്റെ അച്ഛൻ നേരിട്ട് പറഞ്ഞ കാര്യമാണ്. 101% കറക്റ്റായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ഈ സ്ഥാപനം വളർന്നു വന്നു. ടെക്നോളജിയിലും മാനേജ്മെൻറ്റിലും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എൻജിനീയറിങ്ങും മാനേജ്മെൻറ്റ് സൈഡിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും വന്നു. അതിൻ്റേതായ പാരമ്യത്തിലെത്തി. മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളൂ, ആ ഒരു സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ പോകാത്തത്. പിന്നെ ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് രാജ്യത്തും വെക്കോളൂ, ഏത് രാജ്യം, ഏറ്റവും ചെറുതും മുതൽ ഏറ്റവും വലിയവർ, അവിടെ TKM പഠിച്ച ആരെങ്കിലും കാണും. 100 ശരി കറക്റ്റാണ്. ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് ചെന്നാലും TKM പഠിച്ച കുറേ ആൾക്കാരെ കാണും. അത്രയ്ക്കും ഉയർന്നു വന്നിട്ടുണ്ട്. ഇതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് കാണാൻ ഇടവരുത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ട ഡോക്ടർ സുഖിലാൽ അവർകൾ, ആദരണീയനായ കേരളശ്രീ ജനാബ് ഷഹാൽ ഹസൻ മുസ്ലിയാർ, അധ്യക്ഷൻ അനിൽ ജബ്ബാർ, ഉദ്ഘാടകം നിർവഹിച്ച ശ്രീ ദിനേശ് പണിക്കർ, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ രാജാ സാഹിബ്, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇന്നത്തെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കുചേരാൻ എത്തിച്ചേർന്ന
പൂർവ്വ വിദ്യാർത്ഥികളെ, അവരുടെ കുടുംബാംഗങ്ങളെ, എൻ്റെ ബഹുമാന്യരായ അധ്യാപകരെ, സ്വാഗത പ്രസംഗം നമ്മൾ കേട്ടതാണ്. 1965 ജനാബ് തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ തുടങ്ങി വെച്ച ഈ വിദ്യാഭ്യാസ പ്രസ്ഥാനം വജ്ര ജൂബിലി നിറവിലെത്തി നിൽക്കുകയാണ്. നല്ല പൗരന്മാരെ വളർത്തിക്കൊണ്ടുവരുവാനും സമൂഹത്തിൻ്റെ പല പ്രമുഖ വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്യാനും എല്ലാവിധ മേഖലകളിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ സൃഷ്ടിക്കാനും TKM ട്രസ്റ്റിന് കീഴിലുള്ള ഈ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനമേകുന്ന ഒന്നാണ്. ഉദ്ഘാടനത്തിൽ ദിനേശ് പണിക്കർ സാബ് പറഞ്ഞ പോലെ ഓർമ്മകളാണ് നമ്മുടെ സമ്പാദ്യം. നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം, കലാലയത്തിൽ നമ്മൾ ചെലവിട്ട നല്ല നിമിഷങ്ങൾ, അതെല്ലാം അയവിറക്കാനും എല്ലാവരുമായി വീണ്ടും ഒന്ന് സംഭാഷണം നടത്തുവാനും പരിചയപ്പെടാനും ഒക്കെയുള്ള ഒരു മുഹൂർത്തമാണിത്. എന്നിരിക്കലും ഇന്നത്തെ ഈ കുടുംബ സംഗമത്തിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ കേരള സർക്കാരിൻ്റെ പരമോന്നത ബഹുമതികളിലൊന്നായ കേരളശ്രീ അവാർഡ് ജേതാവ് ജനാബ് ഷഹാൽ ഹസൻ മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യമാണ് ഇന്നത്തെ ഈ കുടുംബ സംഗമത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം കൊണ്ടും മാർഗദർശനം കൊണ്ടും പ്രവൃത്തി പരിചയം കൊണ്ടും ട്രസ്റ്റിൻ്റെ കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളെയും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനും വിപുലപ്പെടുത്താനും അതിൻ്റെ സേവനങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് എത്തിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന് എൻ്റെയും ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും അതിലെ സംഘാംഗങ്ങളുടെയും ആദരവും ആശംസകളും അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. 1982 ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിനായിട്ട് ഈ കോളേജിലെത്തുന്നത്. അന്ന് അഡ്മിഷൻ ലിസ്റ്റിൽ, റാങ്ക് ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് എൻ്റേതായിരുന്നു. അതുകൊണ്ടായിരിക്കണം അന്നത്തെ പ്രിൻസിപ്പൽ എന്നോട് ചോദിച്ചു, IIT എന്തുകൊണ്ടാണ് പോകാത്തത്. ഒരു നാട്ടിൻ പുറത്തുകാരനായിരുന്നു എനിക്ക്. അന്ന് പ്രിൻസിപ്പൽ എന്താണ് ചോദിച്ചത്, എന്താണ് ഈ IIT എന്ന് അറിവുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കലാലയം നേടിത്തന്ന അടിസ്ഥാന വിദ്യാഭ്യാസം കൊണ്ട് പിൽക്കാലത്ത് അതേ IIT ഉപരിപഠനം നടത്താനും പുറത്തുപോയി പഠിക്കാനും ഈ നിലയിലൊക്കെ എത്താനും സാധിച്ചു. അതിൻ്റെ മൂല കാരണം TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ആണ്. അതിൽ ഞാൻ എന്നും അഭിമാനിക്കുന്നു. ഇവിടുന്ന് തന്നെ പഠനം പൂർത്തിയാക്കി ഈ ട്രസ്റ്റിൻ്റെ തന്നെ സഹോദര സ്ഥാപനമായ TKM കോളേജ് ഓഫ് എൻജിനീയറിങ്ങിൽ കെമിക്കൽ എൻജിനീയറിംഗ് വിഷയത്തിൽ പഠിക്കാനും അതിനുശേഷം അവിടുത്തെ മുതൽക്കൂട്ടുകൊണ്ട് രാജ്യത്തെ ഒരു പ്രധാന ഗവേഷണ സ്ഥാപനമായ ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ പ്രവർത്തിക്കാനും ഈ നിലയിലൊക്കെ എത്താനും സാധിച്ചു. അതിൽ ഞാൻ എന്നും ട്രസ്റ്റിനോടും തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ കുടുംബത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും കൃതജ്ഞതയുള്ളവനായിരിക്കും. പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമത്തിൽ നമ്മൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ കലാലയത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുവാനും നമ്മുടെ കൂടെ പഠിച്ചവരെക്കുറിച്ച് ആലോചിക്കുവാനും അവർ കണ്ടുമുട്ടാൻ പറ്റുമെങ്കിൽ അവരുമായിട്ട് നല്ല നിമിഷങ്ങൾ ചെലവിടാനും നമ്മുടെ വിദ്യാഭ്യാസം
നമുക്ക് ഏകി നമ്മളെ നല്ല നിലയിൽ എത്തിച്ച നമ്മുടെ പൂർവ്വ അധ്യാപകരെ സ്മരിക്കുവാനും കൂടി വേണം. അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും നേർന്നുകൊണ്ട് നല്ല ആശംസകളോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആദരണീയനായ കേരള ശ്രീ ഷഹാൽ ഹസൻ മുസ്ലിയാർ അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള മഹത്തുക്കളെ, ആദരണീയരെ, സ്നേഹിതരെ, കേരള വിദ്യാഭ്യാസ നവോത്ഥാന രംഗത്തെ എക്കാലത്തെയും സൂര്യ തേജസ്സായിരുന്ന തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ സ്ഥാപിച്ച ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയാവുക എന്നത് തന്നെ ഒരു ചരിത്രപരമായൊരു നേട്ടമായി മനസ്സിലാക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ ഇവിടെ പഠിക്കുമ്പോൾ ഈ TKM കോളേജ് ഷിഫ്റ്റ് സമ്പ്രദായമാണ്. 2 മണി കഴിഞ്ഞാൽ അടുത്ത ബാച്ച് വരുന്നു. അങ്ങനെ സ്ഥലപരിമിതി കൊണ്ടും കൊല്ലം ജില്ലയിലെ ലീഡിംഗ് കോളേജ് എന്ന് പറയാവുന്ന ഒരവസ്ഥയിലല്ലായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്ന് ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ നിങ്ങൾ ഈ കലാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ അത്ഭുതവും വിസ്മയവും സന്തോഷവും ആത്മാഭിമാനവും ഏറെ തോന്നുമായിരിക്കും. അത് ഈ നിർമ്മിതികൾ മാത്രം കണ്ടല്ല, മറിച്ച് കേരള സർവകലാശാലയുടെ കീഴിലെ, ഇന്ന് ഈ ജില്ലയിലെ അല്ല, കേരള സർവകലാശാലയുടെ കീഴിലെ ഹയ്യസ്റ്റ് NAAC അക്രഡിറ്റേഷനിലെ ഹയ്യസ്റ്റ് ഗ്രേഡ് 3.67 കേരള സർവകലാശാലയുടെയും ഗ്രേഡ് അതാണ് കരസ്ഥമാക്കിക്കൊണ്ട് A++ എന്ന പദവി കരസ്ഥമാക്കി നിൽക്കുന്ന ഈ കോളേജിൻ്റെ ഇന്നത്തെ സമ്പത്ത് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളടക്കമുള്ള പ്രഗത്ഭരായ ഇവിടുത്തെ അധ്യാപകരാണ്. അത്രയും പ്രഗത്ഭരായ അധ്യാപകരുടെ കീഴിൽ അതുപോലെ സമർത്ഥരായ ഒരു പറ്റം വിദ്യാർത്ഥികൾ. അപ്പോൾ അത് വളരെ അഭിമാനം നൽകുന്നൊരു കാര്യമാണ്. കാരണം 1988, 89, 90 വർഷങ്ങളിലാണ്. അതിനുശേഷമാണ് PG പഠനത്തിന് തിരുവനന്തപുരത്തേക്ക് ഞാൻ പോകുന്നത്. പിന്നെ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അൽ അസ്ഹർ, ഏതാണ്ട് 970 സ്ഥാപിച്ച ഈജിപ്തിലെ അൽ അസ്ഹർ സർവകലാശാല, അവിടെ തന്നെയുള്ള അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഇൻ കൈറോ, അവിടെ കുറേ കാലം ഫെല്ലോ ആയി. ഇങ്ങനെ ദീർഘകാലത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ അടിസ്ഥാനപരമായി അതിനെ പ്രാപ്തനാക്കിയത് സത്യത്തിൽ TKM അന്ന് മുതൽ തന്നെ ഇവിടെ വളരെ ശ്രദ്ധേയമായി നിലനിർത്തി പോരുന്ന ലൈബ്രറിയാണ് എന്നുള്ളത് നന്ദിപൂർവ്വം ഞാൻ ഓർക്കുന്നു. ഈ അലുമിനി അസോസിയേഷനോട് ഒരു അഭ്യർത്ഥന കൂടി എനിക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട്. 1885 മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് എന്ന പേരിൽ വിശ്വപ്രസിദ്ധമായ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിക്കുന്നത്. അലിഗറിലെ ക്യാമ്പസിലേക്ക് കടന്നു ചെന്നവരും അവിടുത്തെ വിദ്യാർത്ഥികളായവരും ക്യാമ്പസിൽ ഒരല്പസമയം അവിടെ ചിലവഴിച്ചവർക്കും അവരുടെ മനസ്സിൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന ഇതിഹാസ പുരുഷൻ്റെ ഒരു വാഗ്മയ ചിത്രം മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ആ ഒരവസ്ഥയിലേക്ക് ഈ തങ്ങൾ കുഞ്ഞു മുസ്ലിയാരുടെ ചരിത്രപരമായ അദ്ദേഹം നിർവഹിച്ച, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ ജനകീയമാക്കിയതിൽ അദ്ദേഹം നിർവഹിച്ച ദൗത്യത്തെ ഒരു ദേശീയ തലത്തിലുള്ള വിദ്യാഭ്യാസത്തെ ജനകീയമാക്കിയവർക്കുള്ളൊരു അവാർഡ് ഏർപ്പെടുത്തിക്കൊണ്ട് ഗ്ലോബൽ അലുമിനി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു സംവിധാനം നിങ്ങൾ ആലോചിക്കണം എന്ന് എനിക്ക് ഒരു എളിയ അഭ്യർത്ഥനയുണ്ട്. കാരണം ദേശീയ തലത്തിൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ നിർവഹിച്ച ഒരു ദൗത്യത്തിന് സമാനമായൊരു ദൗത്യമാണ്. വിദ്യാഭ്യാസത്തെ കോർപ്പറേറ്റ് മേഖലയിലെ
ഒരു സ്ഥാപനമായി കാണുക എന്നത് എല്ലാവർക്കും സാധിക്കും. അസീം പ്രേംജിക്കും സാധിക്കും. വലിയ ജിണ്ടാലിനെ പോലുള്ള ആളുകൾക്കും സാധിക്കും. വലിയ വലിയ മില്ലനേഴ്സിനെല്ലാം അത് സാധിക്കും. പക്ഷേ വിദ്യാഭ്യാസത്തെ സാധാരണക്കാരൻ്റെ വീട്ടിലെത്തിക്കുക, സാധാരണക്കാരനിലേക്ക് വിദ്യാഭ്യാസം എത്തിക്കുക എന്ന ഉദാത്തമായ ഒരു ലക്ഷ്യം ഈ കേരളത്തിന് തന്നെ മാതൃകയാക്കിയതും ഇന്നും അധ്യാപക നിയമനങ്ങളിലടക്കം ലോകത്തിന് ഒരുപക്ഷെ മാതൃകയാക്കാവുന്ന, കേരളത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു രീതി അവലംബിച്ചിട്ടുള്ള ഈ സ്ഥാപനത്തെ ഈ രൂപത്തിൽ രൂപകൽപ്പന ചെയ്തതും സ്വപ്നം കാണുകയും ചെയ്ത ആ ഒരു മഹാമനീഷിയെ ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥിയും, ഇവിടെ പഠിച്ച ഓരോ വിദ്യാർത്ഥിയും അവരുടെ മനസ്സിലും അവരുടെ രക്ഷകർത്താക്കളുടെ മനസ്സിലും ഓരോ മലയാളിയുടെ മനസ്സിലും എക്കാലത്തും ഉണ്ടാകണം. ഇതിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ 1.5 വർഷമായി ഞാൻ ചെയ്തു വരുന്ന ഒരു കാര്യം നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഡൽഹി ജാമിയയിലെ ഇൻഡോ അറബ് സ്റ്റഡീസിൻ്റെ ഡയറക്ടറായിരുന്ന ഡോക്ടർ എച്ച് ഇല്യാസും ഞാനും ചേർന്ന് 1.5 വർഷമായി ഡിസ്കസ് ചെയ്യുകയാണ് തങ്ങൾ കുഞ്ഞു മുസ്ലിയാരുടെ ഒരു ഗ്ലോബൽ ബയോഗ്രഫി പുറത്തിറക്കണമെന്നത്. ആ ചർച്ച ഞങ്ങൾ നീണ്ടകാലം നടത്തി. കഴിഞ്ഞ മാസമാണ് ഞങ്ങൾ അത് അവസാനമായി തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്തു കഴിഞ്ഞിട്ട് ഇന്ന് ചെയർമാൻ്റെയും ട്രസ്റ്റ് മെമ്പർമാരുടെയും സാന്നിധ്യത്തിൽ അവരുടെ അനുവാദം നമുക്ക് ലഭിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് 2 വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാക്കി ഗ്ലോബൽ ബയോഗ്രഫി ലോകത്തിലെ ലീഡിംഗ് പ്രസാധകരെ കൊണ്ട് അത് പുറത്തിറക്കാനുള്ള ഒരു ശ്രമത്തിന് നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകണം എന്ന് അത് ഏറെ അഭിമാനത്തോടെയും ഏറെ സന്തോഷത്തോടെയും ഈ സദസ്സിൽ അറിയിച്ചുകൊണ്ടും എൻ്റെ അധ്യാപകരടക്കമുള്ള ഈ സദസ്സിന് മുന്നിൽ ഈ TKMൻ്റെ നിലവിലുള്ള അധ്യാപകരുടെയും ട്രസ്റ്റ് മെമ്പർമാരുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ദൈവത്തിൻ്റെ എല്ലാ കാലത്തുമുള്ള അനുഗ്രഹവും പ്രാർത്ഥനയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനൊരവസരത്തിനും ഇങ്ങനൊരു അംഗീകാരത്തിനും നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നമസ്കാരം. ബഹുമാന്യരെ, കേരള സർക്കാരിൻ്റെ പരമോന്നത ബഹുമതികളിൽ ഒന്നായ കേരളശ്രീ പുരസ്കാരം ലഭിച്ച TKM കോളേജ് ട്രസ്റ്റിൻ്റെ ആരാധ്യനായ അധ്യക്ഷൻ ഡോക്ടർ ഷഹാൽ ഹസൻ മുസലിയാർ അവർക്ക് TKM ഗ്ലോബൽ അലംനയുടെ ആദരവ് നൽകുന്നത് സംഘടനയുടെ പ്രതിനിധി ശ്രീ ഫയാസ് മുഹമ്മദ്. പ്രിയമുള്ള ശ്രീ ദിനേഷ് പണികൾക്ക് TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് അലംനയുടെ സ്നേഹ ഉപഹാരം നൽകുന്നതിനായി TKM കോളേജ് ട്രസ്റ്റിൻ്റെ പ്രിയപ്പെട്ട അംഗം ജനാബ് ജമാലുദ്ദീൻ മുസലിയാർ അവരെ ക്ഷണിക്കുന്നു. മിമിക്രി വേദികളിൽ നിന്ന് സിനിമയിലെത്തി ശ്രദ്ധേയനായ നടനായി മാറിയ ആളാണ് ശ്രീ രാജാ സാഹിബ്. മിമിക്രി വേദികളിൽ അനശ്വര നടൻ ജയനെയും ശ്രീ ഇന്നസെൻറ്റിനെയും അവതരിപ്പിച്ച് ഏറെ ശ്രദ്ധിക്കപ്പെട്ട കലാകാരൻ. അപരന്മാർ നഗരത്തിൽ എന്ന ആദ്യ സിനിമയിലൂടെ തന്നെ പ്രശസ്തനായ അദ്ദേഹം പിന്നീട് ഒട്ടേറെ ചിത്രങ്ങളുടെ ഭാഗമായി. ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് എൻ്റെ സ്നേഹ നമസ്കാരം. നമസ്തേ ആൻഡ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശരിക്കും ഈ ഡൈസിനകത്ത് ഇങ്ങനെ നിൽക്കുമ്പം വയറിരിക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് കയറുന്നില്ല. പകുതി ഇവിടെ നിൽക്കുക, മൈക്കടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല. അല്ല, ഇനി കോർഡ്ലെസ് മൈക്ക് കൊണ്ടുവരേണ്ടി വരുമെന്ന് തോന്നുന്നു. മൈക്ക് ഇങ്ങനെ കൈയിൽ വെച്ച് സംസാരിച്ച് ശീലമായതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടികൾ ഉണ്ട്. എന്നാലും കംഫർട്ട് നമുക്ക് കോർഡ്ലെസ് മൈക്കാണ്. കൊണ്ടുവരുമോ? ഇവിടെ ഉണ്ടല്ലേ? എവിടെയാണ്? ഇപ്പോൾ കുഴപ്പമില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു
ബന്ധമാണ് TKM ഫാമിലിയുമായിട്ടുള്ളത്. പറഞ്ഞു വരുമ്പോൾ കുട്ടിക്കാലം മുതൽ പറയേണ്ടി വരും. ഞാൻ എൻ്റെ വലിയ കഥയായിട്ടൊന്നും പറയുന്നില്ല, കാര്യം അധികം പ്രസംഗിച്ചൊരു അധിക പ്രസംഗമാവുന്നില്ല. ഇവിടെ കലാപരിപാടികളൊക്കെ നടത്താനുള്ളത് കൊണ്ടും നമ്മുടെ ജോലി അതും ആയതുകൊണ്ടും അതിനാദ്യം പ്രാധാന്യം കൊടുക്കണം. അവിടെ കുറേ ആർട്ടിസ്റ്റുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ചില കൊച്ചു കാര്യങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ നമ്മളെ TKMൻ്റെ പ്രോഡക്റ്റുകൾ ഒരുപാട് പേര് ഇവിടെ ആദരിക്കപ്പെട്ട ബഹുമാന്യരായിട്ടുള്ളവർ, അവർക്കെല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഡോക്ടർ, അതുപോലെ ഒരുപാട് പേര് ഇത്രയും വളരെ ബഹുമാനിക്കപ്പെടുന്നവരോടൊപ്പം ഒരു വേദി പങ്കിടാൻ സാധിച്ചതിൽ ഞാൻ ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് സിദ്ദീഖിനും ഇതിൻ്റെ മറ്റ് ഭാരവാഹികൾക്കും കുടുംബാംഗങ്ങൾക്കും ഞാൻ ആദ്യം നന്ദി പറയുന്നു. പിന്നീട് ഈ സ്കൂളും ഇവിടെ TKMൻ്റെ സ്കൂള് തുടങ്ങുന്ന സമയത്ത് എൻ്റെ മകൻ്റെ ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ചു തുടങ്ങുന്ന അവൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം TKM സ്കൂളിലാണ്. എനിക്കിവിടെ പഠിക്കാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. അതിന് പിന്നെ മാത്രമല്ല, ഓരോ അവസ്ഥകളാണ് അങ്ങനെ സംഭവിച്ചത്, വേറൊന്നുമല്ല. ഞാൻ ശരിക്കും ഇവിടുത്തെ ഓരോ റാങ്ക് കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറയുന്ന കേൾക്കുമ്പം എനിക്ക് സന്തോഷം തോന്നി. ഞാനും ഒരു റാങ്ക് ഹോൾഡറായിരുന്നു സ്കൂളിൽ. എൻ്റെ ക്ലാസ്സിൽ ഇൻഫൻറ്റീസിൽ സിദ്ദീഖിനറിയാം, സിദ്ദീഖിൻ്റെ ചേട്ടൻ ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. അവനിവിടെ ഉണ്ടോ? ഷഫീഖിനറിയാം. ഞാനും റാങ്ക് ഹോൾഡറായിരുന്നു. റാങ്ക് ഹോൾഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഒരു സ്നേഹമൊക്കെ തോന്നും. എൻ്റെ ക്ലാസ്സിൽ 42 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിൽ 42ാമത്തെ റാങ്ക് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അത് എൻ്റെ മാത്രം സ്വകാര്യ സ്വത്തായിരുന്നു. അത് ഞങ്ങളുടെ പ്രിൻസിപ്പൾ എപ്പോഴും പറയുമായിരുന്നു. ഞങ്ങൾ IJHS ഇൻഫൻറ്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ബോയ്സ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അവിടെ ഇപ്പോൾ ഞങ്ങളുടെ ഒരു പഴയ സ്റ്റുഡൻസുകളെല്ലാവരും കൂടെ ചേർന്നിട്ടൊരു ആഘോഷ പരിപാടി ഉണ്ടായിരുന്നു. പലപ്പോഴും ഡിസംബർ 24, 26 ഇങ്ങനെ ഡേറ്റുകളിലൊക്കെ ഒരുമിച്ച് കൂടൽ തങ്കശ്ശേരിയിൽ ഉണ്ടാകാറുണ്ട്. ഞാനവിടെ ഈ പറഞ്ഞ പോലെ പോകാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. മെയിനായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടി കിട്ടും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. വേറൊന്നുമല്ല, പണ്ട് ഞാൻ ഇടി കൊടുത്ത ഒരാളുണ്ടായിരുന്നു. അവൻ എന്തെങ്കിലും ഒരു സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് തോന്നിയാൽ ചിലപ്പോൾ എൻ്റെ മൂക്കാമണ്ടമൊക്കെ ഇടിച്ചാൽ എൻ്റെ ഫേസാണ് നമ്മുടെ ജീവിതമാർഗം. അതുകൊണ്ട് ഞാൻ ആ പരിപാടികൾ പലപ്പോഴും പങ്കെടുക്കാൻ സാധിക്കാറില്ല, പക്ഷേ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ തമാശ പറഞ്ഞതാണ്. ഈ പ്രാവശ്യവും വേറൊരു പ്രോഗ്രാമിന് കൂടെ പോകേണ്ടി വന്നു. വയനാട് ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു, അങ്ങനെ പോയതാണ്. അപ്പോൾ ഈ റാങ്ക് ഹോൾഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ സ്കൂളിൽ ഫാദർ ഫെർഡിനൻഡ് കയാവലച്ചൻ പറയും, ദർ ഇസ് നോ പേഡ് തേങ്ങാസ് ഇൻ ഇൻഫൻറ്റ് ജീസസ് എന്ന് പറയും. അപ്പം ഞാൻ വിചാരിച്ചു മിക്കവാറും ആ ഒരു പദവി ഞാൻ ഏറ്റെടുക്കാൻ സാധ്യത ഉണ്ട്. ആ പേഡ് തേങ്ങ മിക്കവാറും ഞാൻ ആകും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച സമയത്താണ് നമ്മുടെ സ്കൂളിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ സുഹൃത്തുക്കളും ഞങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തതനുസരിച്ച് ഞങ്ങളെ സുരേഷ് ഗോപി ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചതാണ്. അവിടെ ഒരു ജൂബിലി ആഘോഷത്തിന് അദ്ദേഹം വന്നു, ഗസ്റ്റായിട്ട് വന്നു. സിനിമയിൽ അഭിനയിച്ച ആ ഒരു ടൈമിൽ കത്തി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വന്നപ്പം ബൊക്കെയൊക്കെ കൊടുത്ത് ഞാൻ അദ്ദേഹത്തിനെ സ്റ്റേജിൽ കൊണ്ടിരുത്തി. എൻ്റെ സുഹൃത്ത് അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് കുറേ ചുംബനം തന്നു. ഞാൻ ചോദിച്ചു, എന്താ നീ കാണിക്കുന്നത്? നീ ഒരു സിനിമാ നടനെ തൊട്ടില്ലേ? തൊട്ടല് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇതെന്താ ഇത്ര വലിയ സംഭവമാണോ? കാര്യം വെള്ളിത്തിരയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സിനിമാ നടനെ ഇങ്ങനെ തൊടാൻ പറ്റിയത് ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ എനിക്ക് സിനിമയെക്കുറിച്ച് ഭയങ്കര അത്ഭുതമൊന്നും തോന്നിയിട്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് സിനിമ. അന്ന് ജയൻ സമയത്ത് നമ്മുടെ സൂപ്പർ ഹീറോ, നാടിൻ്റെ അഭിമാനം, സ്വന്തം നാട്ടിലെ സൂപ്പർമാനാണ് നമ്മുടെ ജയൻ സാറൊക്കെ അന്നിങ്ങനെ കുട്ടിക്കാലത്ത് കണ്ട. അപ്പോൾ ഇതിനിടയിലാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ നടനും പുതിയ ആക്ഷൻ ഹീറോ ആയിട്ട് അദ്ദേഹം വരുന്നതുമൊക്കെ. അപ്പോൾ
എനിക്കും അപ്പം പറഞ്ഞപ്പോഴാണ് എനിക്കതിലൊരു ശ്രദ്ധ വന്നത്. പെട്ടെന്ന് ഞാനും മനസ്സിൽ വിചാരിച്ചു, എൻ്റെ ക്ലാസ്സിൽ മിസ്സ് ചോദിക്കുമായിരുന്നു, ഓരോരുത്തരെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ചിട്ട് സുഹൈബ്, സുഹൈൽ, അങ്ങനെ ഷാജഹാൻ, ഓരോരുത്തരെ വിളിക്കും. നിനക്കെന്താവണം? എനിക്ക് ഡോക്ടറാവണം. നിനക്കെന്താവണം? എൻജിനീയർ ആവണം. നിനക്കെന്താവണം? എനിക്ക് മുഖ്യമന്ത്രി ആവണം. അപ്പം എന്നോട് ചോദിച്ചു, നിനക്കെന്താവണം? ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്കെല്ലാം ആകണം എന്ന ആഗ്രഹമുണ്ട്. നീ കൊള്ളാലോ ആള്, അതിപ്പോൾ എന്താ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ടീച്ചറെ. അപ്പോൾ മിസ്സിങ്ങനെ അത് നീ പഠിച്ചോ, ആദ്യം നീ പഠിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ആയാൽ മതി. ഞാൻ പറഞ്ഞ് എല്ലാം ആകണമെങ്കിൽ ഞാൻ ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഒരു സിനിമാ നടനാകണം. സിനിമാ നടനായാൽ പിന്നെ നമുക്ക് ഡോക്ടറാവാം, എൻജിനീയറാവാം, പിന്നെ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ എനിക്ക് ആകാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ സംഭവം. ദിനേശ് ചേട്ടനാണ് എന്നെ ഗൾഫിൽ, ദുബായിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയപ്പോൾ ആദ്യമായിട്ട് ഞാൻ അവതരിപ്പിച്ചത്. ദിനേശ് ചേട്ടൻ എന്നെ കൊണ്ടുപോയ പ്രോഗ്രാമിൽ ഞാൻ അവിടെ അവതരിപ്പിച്ചു. അന്ന് സ്റ്റേഡിയം മറ്റേ അൽ നാസർ ലെഷർലാൻഡിൽ അല്ലേ, അവിടെ വെച്ച് ആദ്യമായിട്ട് ഞാൻ നരേന്ദ്രമോദിയുടെ വേഷമൊക്കെ ചെയ്ത് ദിനേശ് ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത ഷോയിൽ ഞാൻ ആദ്യമായിട്ട് പ്രധാനമന്ത്രി. മാത്രമല്ല, എനിക്ക് കിട്ടിയ മറ്റൊരു ബഹുമതി എന്ന് പറയുന്നത്, വാജ്പേയി ഞാൻ ചെയ്യുമായിരുന്നു. 2 പ്രധാനമന്ത്രിമാരെ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. ഇപ്പോൾ പ്രധാനമന്ത്രി വരെ ആകാൻ എനിക്കവിടെ സാധിച്ചു എന്നുള്ളതൊരു വലിയ അഭിമാനമാണ്. പിന്നെ അന്ന് എൻ്റെ ഈ വാജ്പേയി ചെയ്ത സമയത്ത്, ഇപ്പം വാജ്പേയിയുടെ ചരിത്ര പുസ്തകം എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ എൻ്റെ ഫോട്ടോയും എൻ്റെ പേരും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വാജ്പേയി അനുകരിച്ച ആളെന്ന്, ഞാനും ഷാജു കൊടിയനും എൻ്റെ ഫോട്ടോയുണ്ട്. അപ്പം വലിയൊരു അഭിമാനമാണ്. അത് നരേന്ദ്രമോദിജി അത് പ്രകാശനം ചെയ്യാൻ പോകുന്നൊരു വേദിയിൽ എനിക്ക് എത്താൻ പറ്റാതെ പോയത്, അന്ന് ലണ്ടൻ ഷോയ്ക്ക് പോയതുകൊണ്ട് എനിക്ക് ആ പരിപാടിക്ക് എത്താൻ സാധിച്ചില്ല. ആ ഒരു അഭിമാനം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അത് വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞ നരേന്ദ്രമോദിജി എന്ന് പറഞ്ഞ് ഇന്നലെ വന്നിട്ട് പോയല്ലേ അദ്ദേഹം നമ്മുടെ ട്രിവാൻഡ്രത്ത്. എന്നല്ല, അത് കാരണം എനിക്ക് ജഗതി ചേട്ടൻ്റെ 75ാം വാർഷിക പരിപാടിക്ക് പോകാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ 75 വയസ്സ് അല്ലേ ആകുന്ന പരിപാടിയായിരുന്നല്ലോ. അപ്പം നരേന്ദ്രമോദിജിനെ ഞാൻ ഓർത്തു. അപ്പോൾ ഇവിടെ നമ്മൾ മോദിജിയെ ഒന്ന് അവതരിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കുഴപ്പമുണ്ടോ അല്ലേ? നമ്മളെ പ്രധാനമന്ത്രിയല്ലേ. മോദിജി സാധാരണ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈലിലൊക്കെ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. माँ की सेवा कभी कृपा हो सकती है, कथाएं नहीं होती. जब भारत मेरी माँ है, बचपन मेरी माँ है. देशवासियों पर जो विश्वास रखता है, वो विश्वास हम दिल पर रहेगा. ये TKM का अलुमनी एसोसिएशन का प्रोग्राम है. ये प्रोग्राम के लिए हमारा आदरव देता है. थैंक यू. സംഭാഷണത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രാച്ച് ഇങ്ങനെ വരും. മാഗി സേവ ഇങ്ങനെ സ്ക്രാച്ചായിട്ട് വരും. ഇതൊക്കെ മെനക്കെട്ടിരുന്ന് പഠിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു റാങ്ക് ഹോൾഡർ ആയതാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന് മുമ്പിൽ, നിങ്ങളുടെ ആദരവിന് മുമ്പിൽ ഞാൻ എപ്പോഴും ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്കതിനുള്ള ഒരു ചെറിയ വൈകല്യമുള്ളത് കൊണ്ടാണ് എന്നെ അവസാനം എൻ്റെ ക്ലാസ് മിസ് ജോൺ എന്ന് പറഞ്ഞൊരു കന്യാസ്ത്രീ മിസ്, എനിക്ക് ടീച്ചേഴ്സ് ഡേ ആകുമ്പോൾ ഞാൻ ചില റൈറ്റപ്പുകൾ എഴുതാറുണ്ട്. മിസ് ജോൺ എനിക്ക് ഈ അവസ്ഥ ഉണ്ടെന്ന് കണ്ടപ്പോൾ എൻ്റെ ക്ലാസ് മിസ് എന്നെ ഏറ്റെടുത്തു. ഞാൻ ചിത്രം വരയ്ക്കുമായിരുന്നു. ചിത്രം വരച്ച് കംപ്ലീറ്റ് ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരുടെ പുസ്തകത്തിലും വരച്ച് അവസാനം എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കാനുള്ള പരിപാടി തീരുമാനിച്ചപ്പോഴാണ് പ്രിൻസിപ്പൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മിസ് ജോണിൻ്റെ ക്ലാസ്സിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു, നിന്നെ ഞാൻ അവിടെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ മിസ് എനിക്ക് ആദ്യം മേടിച്ചത് ഇത്രയും കനമുള്ള ഒരു ഡ്രോയിങ് ബുക്ക്. മോൻ ഇനി ഇതിനകത്തായിരിക്കും വരയ്ക്കുന്നത്, വേറെ ഒരു പുസ്തകത്തിലും വരയ്ക്കത്തില്ല. മോനെ ഞാൻ ഇവിടുത്തെ
റാങ്ക് ഹോൾഡറാക്കി മാറ്റുമെന്ന് പറഞ്ഞു. അവസാനം എങ്ങനെയൊക്കെയോ മെസ്സ് എന്നെ 3ാമത്തെ റാങ്ക് വരെ ഓടിച്ചെത്തിച്ചു. 3ാമത്തെ റാങ്ക് ഹോൾഡറായി. അവിടെ 3 പ്രാവശ്യം ഗസ്റ്റായിട്ട് പോകാനും ആ സ്കൂളിൽ എനിക്ക് സാധിച്ചു. എന്തായാലും നമ്മുടെ പഴയകാല ഈ കൂടിച്ചേരലുകൾ പലപ്പോഴും പല പരിപാടികൾ, ഞാനിപ്പോൾ TKMൻ്റെ അലുമിനിയുടെ എനിക്ക് തോന്നുന്നു ഖത്തറിലും അതുപോലെ മസ്കറ്റല്ല കുവൈറ്റിലും അവരുടെ പരിപാടിയിൽ ഗസ്റ്റായിട്ട് പോകാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. TKM എന്ന് പറയുമ്പം ലോകം മൊത്തം പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ഒരു ഗോൾഡൻ ടവർ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഓർമ്മകൾ പുതുക്കാനും, ഓർമ്മകളാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കാലഘട്ടം കഴിയുമ്പം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മളെ ശരീരത്തിലെ ഒരവയവങ്ങളും നിശ്ചലമായാലും നമ്മളെ ഓർമ്മ അതിലിങ്ങനെ നിൽക്കുമ്പോൾ നമ്മളുടെ ആ ഒരു കുട്ടിത്വം, ഇപ്പോൾ ഒരു പാട്ടിൽ നമുക്ക് നൊസ്റ്റോൾജിയ വരുമ്പോൾ നമ്മളെ പണ്ടത്തെ കോളേജ് കാര്യങ്ങളുമൊക്കെ ഓർക്കുമ്പോൾ ഈ ഒരു ഫീലിങ്സാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. എന്തായാലും ഇവിടെ വന്ന് ഈ പരിപാടിയിൽ എല്ലാവരും പങ്കുചേർന്ന് നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം പങ്കിടുക. അതിനോടൊപ്പം കുറച്ച് നിങ്ങളെ കാണാനും അറിയാനും കേൾക്കാനും ബഹുമാന്യരായിട്ടുള്ളവരോടൊപ്പം വേദി പങ്കിടാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. TKM കുടുംബത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. ഒരുപാട് പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ളവരെ സൃഷ്ടിച്ചിട്ടുള്ള ഈ കോളേജിന് വലിയ വലിയ അഭിനന്ദനങ്ങൾ വന്നു ചേരട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു, അഭിനന്ദിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി, ഫോർ ടേക്കിംഗ് മീ ദിസ് പ്രോഗ്രാം. എന്നേ ഞാൻ സിദ്ദീഖിൻ്റെ അടുത്ത് എന്തെങ്കിലും അവതരിപ്പിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി ഒരു പാട്ടും കൂടെ വേണമെങ്കിൽ ഞാൻ പാടാം. അത് ഈ പരിപാടി ജസ്റ്റ് ഇനി അവരെല്ലാം വെയിറ്റ് ചെയ്യുകയാണ് പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു പാട്ടുകൂടെ പാടി, അത് ഇപ്പോഴത്തെ പ്രസംഗിക്കാനുള്ള ഒരുപാട് പേരുണ്ട്, അവരുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമാണ്. അല്ല, ആർക്കും ബോറടിച്ചില്ലെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. പ്രിയപ്പെട്ട ശ്രീ രാജാ സാഹിബിന് TKM കോളേജ് ട്രസ്റ്റിൻ്റെയും അലംനയുടെയും ഉപഹാരം നൽകാൻ TKM കോളേജ് ട്രസ്റ്റ് അംഗം പ്രിയപ്പെട്ട ജനാബ് ഖാലിദ് മുസലിയാർ അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പൂർവ്വ വിദ്യാർത്ഥി പ്രിയ ഗായകൻ ശ്രീ ഇർഷാദിനെ അലംനയെ ആദരിക്കുന്നു. ആദരവ് നൽകാൻ പ്രിയപ്പെട്ട ട്രസ്റ്റ് അംഗം ഡോക്ടർ M ഹാറൂൺ അവർകളെ ക്ഷണിക്കുന്നു. TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ശ്രീ മധുസൂദനൻ പിള്ള, ശ്രീ ഹബീബ്. ആദരവ് നൽകുന്നതിനായി TKM കോളേജ് ട്രസ്റ്റ് അംഗം ജനാബ് ജമാലുദ്ദീൻ മുസലിയാർ സർ അവർകളെ ക്ഷണിക്കുന്നു. ശ്രീ അബ്ദുൾ മജീദ് ലബ, ശ്രീ പ്രൊഫസർ അബ്ദുൾ മുനാഫ്, ശ്രീ അസിമുദ്ദീൻ, ശ്രീ മധുസൂദനൻ പിള്ള, ശ്രീ ഹബീബ്, ആശംസ. ശ്രീപറ്റി തീരാറായി.
ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനായി TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൻ്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ MJ ഷീബ മാഡത്തെ ക്ഷണിക്കുന്നു. കേരളശ്രീ ഷഹൽ ഹസൻ മുസ്ലിയാർ, പ്രസിഡന്റ് TKM കോളേജ് ട്രസ്റ്റ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അലംനൈ മെമ്പേഴ്സ്, ഡയമണ്ട് ജൂബിലി നിറവിൽ നിൽക്കുന്ന TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമവുമായി ബന്ധപ്പെട്ടാണ്. സിൽവർ ജൂബിലി വർഷമായ 1990 ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപം കൊണ്ടത്. ഇന്നിപ്പോൾ 2025 കഴിഞ്ഞു, 2026 2026 പുതുവർഷത്തിലേക്ക് കടക്കുന്ന നമ്മൾ ഈ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം ഈ TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൻ്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഈ ഗംഭീര പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എത്തിയിട്ടുള്ള ദിനേശ് പണിക്കർ സാർ, ചലച്ചിത്രതാരം, നിർമ്മാതാവ്, ആൻഡ് രാജാ സാഹിബ്, ചലച്ചിത്രതാരം, നമ്മുടെ ആദരം ഏറ്റുവാങ്ങിയ ഡോക്ടർ അയ്യപ്പൻ നായർ, ഡോക്ടർ സുഖിലാൽ, ഡോക്ടർ അഷ്റഫ് കടക്കൽ എന്നിവരെയെല്ലാം ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ്. TKM കോളേജിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. എങ്ങനെയെന്നാൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾക്ക്. അപ്പോൾ ഈ 2025 2035 നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സംഗമം ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ TKMന് തന്നെ സ്പേസ് സെൻറ്ററുകൾ വന്നിരിക്കാം, അവിടെ വെച്ചായിരിക്കും TKMൻ്റെ പുതിയ സംഗമം നടക്കുന്നത്. അന്നേരം നമ്മൾ ഇതുപോലുള്ള സജ്ജീകരണങ്ങളൊന്നും ആയിരിക്കത്തില്ല. കാരണം നമ്മുടെ TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ഇപ്പോൾ നിലനിൽക്കുന്ന വിദ്യാർത്ഥികൾ പുറത്ത് വരുന്നു. ഓരോ വർഷവും പുതിയ പുതിയ വിദ്യാർത്ഥികൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ TKM കോളേജ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുള്ള വിദ്യാർത്ഥികളെ? TKM ബ്രാൻഡ്, അതിൽ ഡിഗ്രി, PG, PhD ഉള്ള ബ്രാൻഡോട് കൂടിയ വിദ്യാർത്ഥികളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നു. 2035 ആകുമ്പോൾ ബീറ്റ ജനറേഷൻ കഴിഞ്ഞു, ഗാമ ജനറേഷനിലാണ് യുഗം പോകുന്നത്. അപ്പോൾ അന്നേരം ഇപ്പോൾ തന്നെ 2035 മുന്നിൽ തന്നെ എല്ലാവരും AI കണ്ണടകൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ സ്കൂളുകളിലേക്ക് പോകുന്ന ഒരു യുഗത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫിസിക്സ് പഠിക്കാൻ AI കണ്ണാടി ഒന്ന്, എല്ലാവരുടെയും പോക്കറ്റിലെല്ലാം AI കണ്ണാടികളായിരിക്കും വരുന്നത്. റോബോട്ടിക്സ് യുഗമായിരിക്കും. നമ്മൾ വളരെ അഡ്വാൻസ്ഡായി തിങ്ക് ചെയ്ത് അന്നത്തെ ജനറേഷൻ എങ്ങനെ ആയിരിക്കുമെന്നും അതിനോടൊപ്പം നമ്മൾ എത്തണമെങ്കിൽ എല്ലാ അലുമിനി മീറ്റിങ്ങിലും നമ്മൾ പങ്കെടുക്കേണ്ടതുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു തലമുറയായിരിക്കണം TKM കോളേജിൽ നിന്ന് പുറത്തു വരുന്നത്. അതിന് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ നജിമുദ്ദീൻ PM. ിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, നാം ഏവരെയും ഈ ഒരു കരലയ തിരുമുറ്റത്തിലേക്ക് എത്തിക്കുവാൻ കാരണഭൂതനായ മർഹൂം തങ്ങൾ കുഞ്ഞു മുസ്ലിയാരെ ആദരവോടെ സ്മരിക്കുന്നു. അലുമിനി അസോസിയേഷൻ്റെ ആദ്യത്തെ ഫാമിലി ഗെറ്റ് ടുഗദർ പരിപാടിയാണ്. ഭാവിയിൽ നമുക്ക് ഏറെ പ്രവർത്തനങ്ങളും ഒരുപാട് അംഗങ്ങളെയും കൂട്ടി നല്ല രീതിയിൽ ഫാമിലി ഗെറ്റ് ടുഗദർ, മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസ്, ചാരിറ്റി പ്രവർത്തനങ്ങൾ എല്ലാം നടക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എൻ്റെ സമാപനത്തിലേക്ക് എത്തുന്നു. നന്ദി രേഖപ്പെടുത്തുന്നതിനായി പ്രൊഫസർ ഫിറോസ് ഖാൻ A, ട്രഷറർ അലംനൈ, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഈ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ,
നമ്മുടെ കോളേജ് അലുമിനിയുടെ ഫാമിലി ഗെറ്റ് ടുഗദറാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചത്. ഏറെ കാലമായിട്ട് നമ്മൾ ആലോചിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ കുടുംബ സംഗമം എന്നുള്ളത്. നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടി കുറേ ആൾക്കാരുടെ പ്രയത്നം കൊണ്ട് ഇന്നത്തെ ഈ സയൻസ് സന്ധ്യയിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം വളരെ വിജയകരമായി തന്നെ ഇവിടെ നടത്താൻ സാധിച്ചു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനായിരുന്നത് അലുമിനി അസോസിയേഷൻ്റെ ചെയർമാൻ ശ്രീ അനിൽ ജബ്ബാറാണ്. അദ്ദേഹത്തിന് അലുമിനി അസോസിയേഷൻ്റെ പേരിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ വ്യക്തികളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ പ്രശസ്ത സിനിമാ നിർമ്മാതാവും നടനുമായ ശ്രീ ദിനേശ് പണിക്കർ അവർകളാണ്. അദ്ദേഹത്തിന് അലുമിനി അസോസിയേഷൻ്റെ പേരിലും ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഓരോ വ്യക്തികളുടെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ സാന്നിധ്യം ശ്രീ രാജാ സാഹിബ് ചലച്ചിത്ര താരം, നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഇവിടെ തന്നെ ഒരു ചെറിയ പ്രോഗ്രാം ചെയ്തുകൊണ്ട് വളരെയധികം കയ്യടികൾ നേടിയ ഒരു കലാകാരനാണ് അദ്ദേഹം. TV പ്രോഗ്രാമുകളിലൂടെ സുപരിചിതനാണ്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അലുമിനി അസോസിയേഷൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ കുടുംബ സംഗമം ആദരിച്ച 3 വ്യക്തികൾ ഡോക്ടർ അയ്യപ്പൻ നായർ, ഡോക്ടർ സുഖിലാൽ, ഡോക്ടർ അഷ്റഫ് കടക്കൽ. അവരെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ വേദിയിൽ കേട്ട് കഴിഞ്ഞതാണ്. കൂടുതൽ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതില്ല. ഈ 3 പേർക്കും ഈ വേദിയുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഉപഹാര സമർപ്പണം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷഹാൽ ഹസൻ മുസ്ലിയാർ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ ഓരോ വ്യക്തികളുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ട്രസ്റ്റ് അംഗം ജമാൽ മുസ്ലിയാർ, ട്രസ്റ്റ് അംഗം ഖാലിദ് മുസ്ലിയാർ, ഡോക്ടർ മുഹമ്മദ് ഹാറൂൺ സാറ്, ആശംസകൾ അറിയിച്ച പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ MJ ഷീബ, ശ്രീ മുഹമ്മദ് സദ്ദീഖ്, സോമരാജൻ, ശ്രീ രാജീവ് കുമാർ, നജ്മുദ്ദീൻ PM, അതുപോലെ ഇതിന് സ്വാഗതം പ്രസംഗം നടത്തിയ ശ്രീ രാജീവ് V, അലുമിനി അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി. ഇവർക്ക് എല്ലാവർക്കുമുള്ള നന്ദി അലുമിനി അസോസിയേഷൻ്റെ പേരിലും ഓരോ വ്യക്തികളുടെ പേരിലും അറിയിച്ചുകൊള്ളുന്നു. ഈ ഒരു പ്രോഗ്രാം ഇത്ര നല്ല രീതിയിൽ സംഘടിപ്പിക്കാനായിട്ട് പ്രയത്നിച്ചവരാണ് ഈ പറയപ്പെട്ട വ്യക്തികളും. അതിനോടൊപ്പം പ്രവർത്തിച്ച ധാരാളം അലുമിനിയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്, മുൻകാല എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്, അതുപോലെ ഓഫീസ് ബെയറേഴ്സ് ഉണ്ട്. ഓരോ വ്യക്തിയുടെയും പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ അലുമിനിക്ക് വേണ്ടി ഒരു പ്രവർത്തനങ്ങളിൽ അന്നും ഇന്നും എല്ലാം ഒരുപോലെ പ്രവർത്തിക്കുന്ന ധാരാളം അംഗങ്ങൾ ഇവിടെ കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മ ഓരോരുത്തരുടെയും പ്രയത്നം ആവശ്യമാണെങ്കിൽ മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്ത ധാരാളം പ്രോഗ്രാമുകൾ ഈ വർഷവും നമുക്കിനി പൂർത്തീകരിക്കേണ്ടതുണ്ട്. എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടും ഇതിൻ്റെ അടുത്ത സെഷനുണ്ട്. ഇവിടെ തീരുന്നില്ല. ഇതിൻ്റെ ഒരു ആദ്യത്തെ സെഷനാണ് ഇവിടെ പൂർത്തിയായത്. ഇനി നമുക്കൊരു മ്യൂസിക് ഈവൻ്റ് ഉണ്ട്, അതിനുശേഷം ഫുഡ്, അങ്ങനെ 3 സെഷനുകളായിട്ടാണ് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിലും എല്ലാവരുടെയും സാന്നിധ്യം ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഡോക്ടർ അബ്ദുൾ മജീദ് ലബ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നതിന് ഹാറൂൺ സാറിനോട് അഭ്യർത്ഥിക്കുന്നു. जनगणमन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मागे, गाहे तव जय गाथा,
जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय जय जय